ഡെമോണിയാക് പേഴ്സൺ, ഒരു അസുരനായ ഒരു വ്യക്തി എങ്ങനെയാണ് തന്റെ തപശ്ചര്യകൾ ചെയ്യുന്നത്? തപസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതാണ്, അവർ ആചരിക്കുന്ന കർമ്മങ്ങൾ അത് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവര് ഒരു പാസ്റ്റ് ഇംപ്രഷൻ, അവരുടെ അജ്ഞാത സുഹൃതി കാരണം അവർക്ക് കിട്ടുന്ന വാസനകള് അവർ ഈ ജന്മത്തിലും അത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിട്ടാണ്? കാമം, ആസക്തി, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. കാമരാഗ ബലാന്വിത എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ദമ്പ അഹങ്കാര സംയുക്ത. അത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ദമ്പത്തോടും അഹങ്കാരത്തോടും കൂടി അവർ എന്തിനു വേണ്ടി ചെയ്യുന്നു? കാമരാഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ അശാസ്ത്രവിഹിതം, ശാസ്ത്രത്തിന് അനുസരിച്ചുള്ളതല്ല, വേദപ്രമാണങ്ങൾക്ക് അനുസരിച്ചുള്ളതല്ല. അവർ ചെയ്യുന്നതെല്ലാം ഘോരമായ പ്രവൃത്തികളായിരിക്കും. ഇപ്പം കാളിക്ക് ബലി വെക്കുക, അല്ലെങ്കിൽ കാലഭൈരവ, അങ്ങനെയൊക്കെയുള്ള ഉഗ്രമൂർത്തികളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ അതിലും ഉപരിയായിട്ട് ബ്ലാക്ക് മാജിക്, ദുർമന്ത്രങ്ങള്, ഇങ്ങനെയുള്ള ശാസ്ത്രവിധികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊക്കെയും അവര് എന്തിനു വേണ്ടി? എന്തെങ്കിലും നമുക്ക് ഗുണങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഗുണം എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള, അത് ഗുണമൊന്നും അല്ല വരുത്താൻ പോകുന്നത്, അതൊക്കെയും ദോഷമാണ് വരുത്താൻ പോകുന്നത് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോ നമുക്ക് അശാസ്ത്രവിഹിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാൻ പറ്റുന്നത്, നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ട് ജഡഭരതന്റെ കാര്യം, അല്ലെ? ജഡഭരതൻ നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വേദപഠനമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അദ്ദേഹം മനസ്സിൽ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? കാളി ബലിക്ക് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോയി കാളി ബലിക്ക് അർപ്പിക്കുന്ന സമയത്ത് കാളീദേവി പോലും ഉഗ്രമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ട് അവരെ ബലി കഴിപ്പിക്കാനായിട്ട് വന്നവരെ അവരുടെ തലവെട്ടുന്ന രംഗമാണ് നമ്മൾ ഭാഗവതത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെ ജഡഭരതൻ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ജഡഭരതൻ ഭഗവാന്റെ ഒരു ഭക്തനായതുകൊണ്ടും കാളീദേവി ഭഗവാന്റെ ഭക്തയായതുകൊണ്ടും ഒരു വൈഷ്ണവനെ ഉപദ്രവിക്കുന്നത് കാളീദേവിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ വ്യക്തികൾ അധമന്മാർ ആ നരബലി ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? അത് അശാസ്ത്രവിഹിതമാണ്, അവർ ശാസ്ത്രത്തിനനുസൃതമായി അല്ല ചെയ്തത്. അപ്പൊ അതുപോലെ ഇവിടെ പറയുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലുള്ള പ്രവൃത്തികളൊക്കെയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ശുകദേവ് ഗോസ്വാമി അത് നമുക്ക് ഒരു ശ്ലോകത്തില് സവിധാനേന എന്ന് പറഞ്ഞു തരുന്നുണ്ട്. സവിധാനേന, നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. പക്ഷെ അങ്ങനെ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം. നമുക്ക് 18-ാമത്തെ അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാല് 18-ല് 47-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതുപോലെ 3-ല് 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ശ്ലോകങ്ങളിലൊക്കെയും നമ്മൾ നമ്മുടെ കർമ്മമാണ് ചെയ്യേണ്ടത്. നമ്മുടെ വർണ്ണ ആശ്രമ ധർമ്മങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവത്ഗീതയില് 18-ാമത്തെ അധ്യായം 47-ാമത്തെ ശ്ലോകം പറയുന്നു, ശ്രേയാൻ സുധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവ നിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. അന്യന്റെ കർമ്മം ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നന്ന് കുറ്റമറ്റതായില്ലെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുക എന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നത് അന്യന്റെ കർമ്മം എന്നതിനേക്കാളും നമുക്ക് ത്രേതായുഗത്തിലെ രാമായണത്തിൽ നിന്നും ഒരു കഥ നോക്കിക്കഴിഞ്ഞാല് ശ്രീരാമസ്വാമിയുടെ സമയത്ത് അയോധ്യയിലേക്ക് ഒരു ബ്രാഹ്മണൻ ഒരു കുട്ടിയും കൊണ്ട് ചെല്ലും. ആ കുട്ടി അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ചുപോയി. അപ്പൊ മരിച്ചുപോയ കുട്ടിയെ കൊണ്ട് ചെന്നിട്ട് രാജ്യസഭയിൽ ചെന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ കുഞ്ഞ് മരിച്ചുപോയി, ഞാൻ ബ്രാഹ്മണൻ എന്ന നിലയിൽ ഞാൻ ചെയ്യാനുള്ള വർണ്ണ ആശ്രമ ധർമ്മങ്ങൾ എല്ലാം തന്നെ ഞാൻ നിർവഹിച്ചു വന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ കുട്ടി ഈ ഒരു അകാലത്തിൽ മരിച്ചു. അകാലത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു മരിക്കുക എന്നത് ഒരു ധർമ്മത്തിന് അനുസൃതമായിട്ടല്ല. അപ്പൊ എന്തോ മോശമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നു, അവിടെ ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, വർണ്ണാശ്രമത്തിനനുസരിച്ചല്ല രാജ്യം ചലിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ അദ്ദേഹം ബ്രാഹ്മണൻ ആരോപിക്കുന്നത് ക്ഷത്രിയനായ ശ്രീരാമസ്വാമി പ്രോപ്പറായിട്ടല്ല അവിടെ രാജ്യം ഭരിക്കുന്നത്. രാജ്യത്ത് എന്തെല്ലാമോ ദുശകുനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ മരിച്ചത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കും. ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്
അദ്ദേഹം ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയോട് പറയും, അന്വേഷിക്കാനായിട്ട് പറയും. അങ്ങനെ രണ്ടാളും അന്വേഷിച്ചിറങ്ങുമ്പോൾ അവിടെ ശംഭൂക എന്ന പേരുള്ള ഒരു ശൂദ്രൻ ആ മരത്തിൽ ഇങ്ങനെ കാല് ഇങ്ങനെ കുരുക്കി വെച്ച് കുരങ്ങുകളൊക്കെ കിടക്കുമല്ലോ, അതുപോലെ തല കുത്തനെ കിടക്കുകയാണ്. അപ്പൊ തല കുത്തനെ കിടക്കുമ്പോൾ ശംഭുകനോട് ചോദിക്കും, എന്താണ് നീ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അദ്ദേഹം ശൂദ്രനാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഹോമവും യജ്ഞവും അതുപോലെ ഇങ്ങനെ അഷ്ടാംഗ യോഗ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഹോമങ്ങൾ, യജ്ഞങ്ങൾ, അശ്വമേധ യാഗമൊക്കെ 100 യാഗം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ പദവി ലഭിക്കും. അപ്പൊ അത് ആ ശതക്രതു എന്നുള്ള ഒരു പൊസിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഇന്ദ്രലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്വർഗത്തിലേക്ക് ആ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കാമരാഗ ഒക്കെ സ്വർഗത്തിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് ലഭിക്കുമോ അതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ത്രേതായുഗത്തിൽ, ഇപ്പോൾ കലിയുഗമാണ്, ഈ യുഗത്തിലല്ല, ആ ത്രേതായുഗത്തിലും നമുക്കിപ്പോൾ സ്വന്തം കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു. 18:47 അതുപോലെ 3:35 പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. സ്വന്തം കർമ്മമാണ് ചെയ്യേണ്ടത്, അല്ലാതെ അന്യന്റെ കർമ്മമല്ല ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ചെയ്യുമ്പോഴേ, ഇവിടെ സ്വർഗലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ടും ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ശൂദ്രൻ ചെയ്യുന്നത്, അല്ലെ? പക്ഷേ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന ഇപ്പൊ ഏകാദശി വ്രതം, അയ്യോ നമ്മൾ ബ്രാഹ്മണർക്ക് മാത്രം ചെയ്യാനുള്ളതാണോ? ഈ മന്ത്രങ്ങൾ ഹരികൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് ഇനി ബ്രാഹ്മണർക്ക് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ള സംശയം അവിടെ വരേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യുന്നത് ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള പല കാര്യങ്ങളും, ചില മന്ത്രങ്ങള്, ചില ദേവത ഉപാസനകളോ ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ചില മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല, പാപം ലഭിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാപം ലഭിക്കുക തന്നെ ചെയ്യും, അത് അധർമ്മമായി ഭവിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്, മഹാമന്ത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്ന മന്ത്രമാണ്. നമ്മുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ഹോമയജ്ഞാദികള് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് പല തരത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ദൃഷ്ടാന്തമാണ്, ശ്രീരാമസ്വാമി വന്നിട്ട് അദ്ദേഹത്തിന്റെ തലയർക്കും വാളുകൊണ്ട് അപ്പൊ തന്നെ അദ്ദേഹത്തെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ ഒരു ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം. അത് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ആ ഒരു ബാലൻസിങ് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ അധർമ്മം ചെയ്ത കാരണം എന്ത് ചെയ്യാൻ തുടങ്ങി, ആ പല ദുശഗുണങ്ങള് കാണാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കലിയുഗത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എന്തെല്ലാം ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ കലികാലം അല്ലേ എന്ന് കരുതി നമ്മൾ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ എന്തുകൊണ്ടാന്ന് വെച്ചാല് വർണ്ണ ആശ്രമ ധർമ്മത്തിനനുസരിച്ചും ആ വ്യവസ്ഥയ്ക്കനുസരിച്ചുമല്ല ഈ ലോകം ചരിക്കുന്നത്. ഇവിടെ ഭരണം നടക്കുന്നത് ആ ഒരു വ്യവസ്ഥയ്ക്ക് അനുസരിച്ചല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതെല്ലാം സംഭവിക്കുന്നത്. ചിലർക്കെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റ് അതിൽ നിന്നും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കും. ഇപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് പറയും, ദേ ഇങ്ങനെ പറഞ്ഞു ശ്രീരാമസ്വാമി, കണ്ടോ, ശൂദ്രനെ വെട്ടി കൊന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് എന്താണ്, ജാതി കോമരങ്ങളായതുകൊണ്ടാണ്, ബ്രാഹ്മണരെ മാത്രമാണ് അവരെല്ലാവരും പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നെല്ലാം മറ്റു പലരും ചിലപ്പോൾ നമുക്ക് വിമർശനങ്ങൾ വന്നേക്കാം. പക്ഷെ അത് ആ ഫുൾ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിന്റെ തത്വം എന്താണ്, അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ പറയുന്നവരാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ശ്രീരാമസ്വാമി ആദ്യം ഗുഹന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം നിഷാദ രാജാവാണ്, അല്ലെ? കാട്ടാള വംശനാണ്. അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ തോണിയിലാണ് അക്കരെ കടന്നു പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ മീറ്റ് ഈറ്റിങ്ങും ഫിഷൊക്കെ, അല്ലെ, കഴിക്കുന്ന ആളാണ്. മാംസാദി കഴിക്കുന്ന ആളാണ് ഗുഹൻ, നിഷാദനാണ്. പിന്നെ അതുപോലെ തന്നെ ശബരി എന്ന് പറയുമ്പോൾ ശബരവർഗത്തിൽപ്പെട്ട ആളാണ്, വനവാസിയാണ്, ആദിവാസിയാണ്. ആ സ്ത്രീയോട് അവിടെ പോയിട്ട് അവർക്ക് മോക്ഷം കൊടുക്കുകയും അതുപോലെ തന്നെ അവരിൽ നിന്നും ഭക്ഷണം, മൂലവർഗങ്ങള് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീരാമസ്വാമി. അപ്പൊ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ശംഭുകന്റെ കാര്യത്തിലും കാര്യം മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് അവിടെ അത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും ശരീരത്തെ ഒക്കെ ഒരുപാട്
ഉപാസനകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാമരാഗങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തെ ഒരുപാട് ഉപദ്രവകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ ഉപദ്രവകരമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തന്നെ തെരുവിലൊക്കെ സ്വന്തമായിട്ട് ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ വഴിയൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തി അങ്ങനെ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് പണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആളുകൾ പണം കൊടുക്കും. എന്താണ് അതിൽ അയാൾക്ക് ലഭിക്കുന്നത്, അങ്ങനെയൊന്നും എനിക്കറിയില്ല. അന്നൊക്കെ അത് കാണുമ്പോൾ വല്ലാതെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അവർ ചെയ്തിരുന്നത്, അത് തെറ്റായ കാര്യമാണ്. പക്ഷെ അങ്ങനെ സ്വന്തം ശരീരത്തെ ഒരുപാട്, ഇപ്പൊ നമ്മൾ ഉപാസനകൾ ചെയ്യുന്നു, ഇപ്പൊ ഭീഷ്മ പഞ്ചക ചെയ്യുന്നു, അല്ലെങ്കിൽ ഏകാദശി എടുക്കുന്നു, അത് എന്തിനു വേണ്ടി? ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി. അത് നമുക്കൊരു സെൽഫ് ടോർച്ചറിങ് അല്ല, നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് അത് ആയുസ്സും ആരോഗ്യവും കൂട്ടുന്ന തരത്തിൽ സയന്റിഫിക് ആയിട്ട് അതിനെ നമുക്ക് നിർവചിക്കാനായിട്ട് കഴിയും. നിർവചനം, ഡെഫിനേഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നമ്മൾ ഏകാദശി എടുക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ ഭീഷ്മ പഞ്ചക എടുക്കുന്നു, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ചാട്ടവാർ കൊണ്ട് ശരീരത്തെ അടിക്കുക, അല്ലെങ്കിൽ നൂലിൽ കൂടി നടക്കുക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ശരീരത്തിന്റെ ബാലൻസിങ് ഒക്കെ പരീക്ഷിക്കുക, അതൊക്കെയും ധനസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്നതും അതുപോലുള്ള പല പല കർമ്മങ്ങൾ ചെയ്യുന്നത് ഇവിടെ പറയുന്ന പോലെ ശാസ്ത്രത്തിന്റെ വിധിക്ക് അനുസരിച്ച് അല്ല. അപ്പൊ അത് തെറ്റാണ്. അതാണ് ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, കർഷയന്ത ശരീരസ്ഥം. ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ട്, ദ്രോഹിച്ചുകൊണ്ട്, ആ ദ്രോഹം പരമാത്മാവിന് പോലും ദ്രോഹമായി മാറുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം എന്താണ്? ഭഗവാന്റേതാണ്. ഭഗവാൻ തന്ന ശരീരമാണ് നമുക്കുള്ളത്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്ന് നമ്മൾ ഉരുവായതാണെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും എവിടെ നിന്ന് വന്നിരിക്കുന്നു? ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ പഞ്ചഭൂതം അല്ലെങ്കിൽ ഈ 24+1, ആ 25 മൂലകങ്ങളും സൃഷ്ടിച്ചത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഈ ശരീരം ആരുടേതാണ്? ഭഗവാന്റേത് തന്നെയാണ്. ഫസ്റ്റ് ഓണർ എന്ന് പറയുന്നത് ഭഗവാനാണ്. നമ്മളെല്ലാവരും ടെനന്റ് ആണെന്ന് പറയാം. എന്നുവെച്ചാൽ വാടകക്കാരനാണ്. നമ്മൾ ഈ ശരീരത്തിൽ താമസിക്കുന്ന വാടകക്കാരൻ മാത്രമാണ്. ഒരു വാടക വീട് ഒരു ഉടമസ്ഥൻ നമുക്ക് താമസിക്കാൻ തന്നാൽ ആ വാടക വീട് നമ്മൾ അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അതാണ് പറയുന്നത്, പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നൊക്കെ നമ്മൾ ഫിലോസഫിയൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതുപോലെയുള്ള കാര്യമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഭഗവാന്റേതാണ്. അത് നമുക്ക് ഒരുപാട് അതിനെ കർഷയന്തി, ഒരുപാട് ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും നമ്മൾ പാടില്ല. അത് പരമാത്മാവിനും അതോടൊപ്പം അതിൻ്റെ കൂടെ ജീവാത്മാവിനും വസിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ പരമാത്മാവിനും ജീവാത്മാവിനും വസിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കർമ്മങ്ങളും അതിന് വേണ്ട തപശ്ചര്യകളുമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലാതെ ചെയ്യുന്ന കഠിനമായ തപസ്സുകളും തപശ്ചര്യകളും എല്ലാം തന്നെ ദ്രോഹകരമാണ്, അശാസ്ത്ര വിഹിതമാണ്. അങ്ങനെയുള്ള വിഡ്ഢികൾ അസുരന്മാരാണ് എന്നാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ദേവായ ഓം ശ്രീ ഗുരുഭ്യോ. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസാ മാം ചൈവന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. ഹരേ കൃഷ്ണ. വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാർ, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ് ഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി, ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രമുഖ ശിഷ്യന്മാരായ ഈ 6 ഗോസ്വാമിമാരാണ് ഗൗഡീയ വൈഷ്ണവ ശിക്ഷണങ്ങളും ആചാരങ്ങളും ആ ലോകത്തിന് പ്രദാനം ചെയ്തത്. പഞ്ചതത്വം, അതായത് ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ 4 പ്രധാന സഹചാരികളും. 4. നരസിംഹ ഭഗവാൻ. ഭക്തന്മാർ ഭഗവാന്റെ ഈ രൂപത്തെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നരസിംഹ ഭഗവാൻ ഈ കലിയുഗത്തിലെ സകലവിധ വിഘ്നങ്ങളിൽ നിന്നും ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. ഹൃദയത്തിൽ നിന്നും ദുഷിച്ച ആഗ്രഹങ്ങളെ ഉന്മൂലനം ചെയ്യുവാനും നരസിംഹ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. രാധാകൃഷ്ണൻ. മന്ത്രദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അഥവാ ഔപചാരികമായി ഒരു ഇസ്കോൺ ഗുരുവിൽ, അതായത് ഗുരുവും ദീക്ഷയും എന്ന ഭാവം വായിക്കുക. ശരണാഗതി സ്വീകരിച്ചതിന് ശേഷം തങ്ങളുടെ ഗുരുവിന്റെ ഒരു ചിത്രം പൂജാപീഠത്തിൽ സ്ഥാപിക്കാം. ആത്മീയ പരമ്പരാ ശ്രേണിയിൽ ഉന്നതസ്ഥാനീയരുടെ ചിത്രങ്ങൾ അവരാൽ ആരാധിക്കപ്പെടുന്നവരുടെ ചിത്രങ്ങൾക്ക് താഴെ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഉദാഹരണമായി ഗുരുവിന്റെ ചിത്രം കൃഷ്ണന്റെ ചിത്രത്തിന് മുകളിൽ വയ്ക്കാവുന്നതല്ല. പഞ്ചതത്വം രാധാകൃഷ്ണന്മാരെ ആരാധിക്കുകയും ഇവരെ സമ്പ്രദായ ആചാര്യന്മാരാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ പഞ്ചതത്വ ചിത്രം രാധാകൃഷ്ണന് താഴെ സമ്പ്രദായ ആചാര്യന്മാർക്ക് മുകളിലായി സ്ഥാപിക്കേണ്ടതാണ്. ശുദ്ധ വൈഷ്ണവ സമ്പ്രദായത്തിൽ ആദിപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന്റെ രൂപവിസ്തരണങ്ങളോടും അന്തരംഗ ശക്തികളോടും ശുദ്ധ ഭക്തന്മാരോടും കൂടി ആരാധിക്കപ്പെടുന്നു. പൂജാപീഠത്തിൽ സ്ഥാപിച്ച് ആരാധിക്കപ്പെടേണ്ട ചിത്രങ്ങളുടെ കാര്യത്തിൽ വൈഷ്ണവർ വിവേകശാലികളാണ്. അവർ ദേവന്മാരുടെയോ മാതാപിതാക്കളുടെയോ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുകയില്ല. ആദരണീയ വ്യക്തികളായ ഇവരെല്ലാം ബഹുമതിക്കപ്പെടേണ്ടവരാണെങ്കിലും കൃഷ്ണനോടൊപ്പം വെച്ച് ആരാധിക്കാവുന്നതല്ല. കപട അവതാരങ്ങൾക്കും കപട സാധുക്കൾക്കും പൂജാപീഠത്തിൽ യാതൊരു സ്ഥാനവുമില്ല. എല്ലാ ചിത്രങ്ങളും ഉചിതമായും ഭംഗിയായും വയ്ക്കാവുന്നത്ര വലിപ്പത്തിൽ തടിയോ മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഒരു പൂജാപീഠം നിർമ്മിക്കാവുന്നതാണ്. ആരതിത്തട്ടം വയ്ക്കുന്നതിനായി പീഠത്തിന്റെ മുന്നിൽ, അതായത് പീഠത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇടതുവശത്തായി 3 അടി ഉയരമുള്ള ഒരു മേശയും നൈവേദ്യം അർപ്പിക്കുന്നതിനായി 1 അടി ഉയരമുള്ള മറ്റൊരു മേശയും ആവശ്യമാണ്. പൂജയും നൈവേദ്യവും മറ്റും ചെയ്യുമ്പോൾ കുശപ്പുല്ലോ തുണി കൊണ്ടുള്ള ഒരു പായയോ ഇരിക്കുവാനായി സൂക്ഷിക്കേണ്ടതാണ്. ക്ഷേത്രമുറിയിൽ പാലിക്കേണ്ട നിരവധി നിയമ നിബന്ധനകളുണ്ട്. ഇവ ഭക്തിരസാമൃത സിന്ധുവിൽ വിവരിച്ചിട്ടുണ്ട്. കുടുംബ സാഹചര്യങ്ങളിൽ എല്ലാ നിയമങ്ങളും പ്രായോഗികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്നത്ര നിലവാരം പുലർത്തേണ്ടതാണ്. അനന്തകോടി ബ്രഹ്മാണ്ട നായകനായ കൃഷ്ണനെ നമ്മുടെ ഗ്രഹത്തിന്റെ അധ്യക്ഷനായി നാം വ്യക്തിപരമായി ക്ഷണിച്ചു വരുത്തുന്ന സ്ഥലമാണ് ക്ഷേത്രമുറി. അതിനാൽ ക്ഷേത്രമുറിയിൽ ഭക്തി ആദരവോടുകൂടിയ മനോഭാവം ആവശ്യമാണ്. ഹരേ കൃഷ്ണ. നീ വായിക്കണം അത്. കുറച്ചുകൂടെ വായിച്ചാൽ മതി. 5 മിനിറ്റ് ഉണ്ട്. വിഗ്രഹ ആരാധന, പൂജ, ആരതി ഭക്തിയുത സേവനത്തിലെ വളരെ വിപുലമായ ഒരു ഭാഗമാണിത്. ഇവിടെ നൽകിയിട്ടുള്ള വിവരണങ്ങൾ വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെടാത്ത ചിത്രങ്ങൾ കൊണ്ടുള്ള പൂജാപീഠമുള്ള ഗൃഹസ്ഥ ഭക്തന്മാർക്ക് ഒരു മാർഗദർശിയായി ഉപയോഗിക്കാവുന്നതാണ്. ഓരോരുത്തരും വളരെ സങ്കീർണമായ ആരാധനാ രീതികൾ അനുവർത്തിക്കേണ്ടത് ആവശ്യമോ അഭികാമ്യമോ അല്ല. പൂജകൾ ലളിതമായി നിർവഹിക്കുകയും യുഗധർമ്മമായ ഹരിനാമ ജപത്തിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ഹരിനാമ ജപമാണ് ഈ യുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗം. വിഗ്രഹാരാധനയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ പഞ്ചരാത്ര പ്രദീപ എന്ന ഇസ്കോണിലെ ആധികാരിക പുസ്തകം വായിക്കുക. ഹരിഭക്തി വിലാസം മുതലായ ആധികാരിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത നിലവാരമുള്ള ആരാധനാ രീതികൾ സ്വീകരിക്കാം. അതിനാൽ ഗ്രഹത്തിലെ ആരാധനാ കഴിവിനനുസരിച്ച് അനുയോജ്യമായി ക്രമീകരിക്കാവുന്നതാണ്. സുസ്ഥാപിതമായി ഒരു ക്ഷേത്രത്തിലെ ആരാധന പോലെ നിർവഹിക്കണമെന്നില്ല. പ്രതിഷ്ഠ ചെയ്യപ്പെട്ട വിഗ്രഹങ്ങൾക്ക് ശാസ്ത്രവിധി പ്രകാരം നിർവഹിക്കുന്ന ആരാധനയാണ് ശരിയായ വിധത്തിലുള്ള വിഗ്രഹാരാധന. എന്നാൽ നിരവധി ഭക്തന്മാർ ഇതിന് സന്നദ്ധരോ പ്രാപ്തരോ അല്ല. ഇത്തരം ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. മറ്റൊരു വസ്തുത എന്തെന്നാൽ ശാസ്ത്രങ്ങളിൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു ആരാധന രീതി ഇല്ലെന്നതാണ്. അതിനാൽ ഇവിടെ നൽകിയിട്ടുള്ളത് എല്ലാവർക്കും അനുവർത്തിക്കുവാൻ കഴിയുന്ന ലളിതമായ രീതികളാണ്. ഉദാഹരണമായി ഇന്ത്യയിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പൂജ ചെയ്യുന്നത് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണെങ്കിലും ഗ്രഹങ്ങളിൽ സ്ത്രീകൾ പൂജ, ആരതി എന്നിവ ചെയ്യുന്നത് സാധാരണവും സ്വീകാര്യവുമാണ്. എങ്കിലും ഗ്രഹങ്ങളിലും ഓരോ മാസവും സ്ത്രീകൾ അശുദ്ധമെന്ന് കരുതുന്ന സമയങ്ങളിൽ നേരിട്ട് പൂജയിൽ ഏർപ്പെടാൻ പാടില്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. പൂജാ സാമഗ്രികളും വിഗ്രഹമുറിയിലെ മറ്റെല്ലാ വസ്തുക്കളും ഭംഗിയായും സൂക്ഷിക്കേണ്ടതാണ്. വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, പൂജാപീഠം, വിഗ്രഹ വസ്ത്രങ്ങൾ, ശംഖുകൾ, ആരതി സാമഗ്രികൾ, വിഗ്രഹമുറിയുടെ തറ, ചുവരുകൾ എന്നിവ പതിവായി വൃത്തിയാക്കേണ്ടതാണ്. വിഗ്രഹ വസ്ത്രങ്ങൾ പഴയതായാൽ അവ മാറ്റി പുതിയവ ഉപയോഗിക്കേണ്ടതാണ്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പിത്തള, ചെമ്പ് മുതലായ ഉപകരണങ്ങൾ എപ്പോഴും തിളക്കമുള്ളവയായി സൂക്ഷിക്കുക. പൂജയ്ക്ക് ഉപയോഗിച്ച അത് തന്നെ പൂജാപീഠത്തിൽ നിന്നും മാറ്റേണ്ടതാണ്. പൂജയും പാചകവും ചെയ്യുന്നതിന് മുമ്പ്
കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതാണ്. വിഗ്രഹാരാധന ചെയ്യുമ്പോൾ പട്ട്, പരുത്തി മുതലായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും നന്ന്. കമ്പിളി വസ്ത്രങ്ങൾ ശുദ്ധമാണെങ്കിലും വിഗ്രഹ ആരാധന സമയങ്ങളിൽ ധരിക്കുവാൻ പാടുള്ളതല്ല. പോളിസ്റ്റർ, ടെറിക്കോട്ടൺ, പരുത്തി കലർന്ന മറ്റു തുണിത്തരങ്ങൾ എന്നിവ വർജ്യങ്ങളാണ്. ശരിയായ വൈഷ്ണവ വസ്ത്രധാരണം, അതായത് വൈഷ്ണവർ എന്ന പകുതി വായിക്കുക, അത്യധികം ആവശ്യമാണ്. വിഗ്രഹാരാധനയിലെ ചില നിലവാരങ്ങളിൽ അയവ് വരുത്താമെങ്കിലും ഗ്രഹത്തിലെ ആരാധനയിൽ യാതൊരു കുറവും വരുത്തുവാൻ പാടില്ല. പൂജാദ്രവ്യങ്ങൾ ഗുണനിലവാരമുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗ്രാമാന്തരീക്ഷത്തിലുള്ളവനാകയാൽ പുഷ്പങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. സ്വർണവും രത്നവും അർപ്പിക്കുന്നതിനേക്കാൾ പുഷ്പങ്ങളാൽ സന്തുഷ്ടനാകുന്നു. വെള്ള നിറമുള്ള സുഗന്ധ പുഷ്പങ്ങളാണ് അദ്ദേഹം അധികം ഇഷ്ടപ്പെടുന്നത്. ചുവന്ന ചെമ്പരത്തിയും അതുപോലുള്ള പുഷ്പങ്ങളും ശിവന്റെയും ദുർഗാദേവിയുടെയും പൂജയ്ക്കായി ഉപയോഗിക്കുന്നു. അവ വിഷ്ണുവിനോ വൈഷ്ണവ പൂജയ്ക്കോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മതി മാതാജി. ഇനി ആരതി. സുന. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ വ്രാജമാനം യശോദാവിയോലുഹലാദവമാനം പരാമൃഷ്ടമത്യന്തതോധൃത്യ ഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്തം കരാംഭോജയുഗ്മേന സാദംഗനേത്രം മുഹുശ്വാസകമ്പാത്രിരഹാംഗകണ്ഡ സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിദഗ്ധം ഇതേ ദൃക്തോലീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തം അഖ്യാപയന്തം തദീയേഷു തജ്ഞേഷു ഭക്തിജിതത്വം പുനഃ പ്രേമതസ്തം സദാ വൃത്തിവന്ദേ വരം ദേവമോക്ഷം ന മോക്ഷവതിം വാ ന ചാന്യം വൃണേഹം വരശ അപിഹ ഇദം ദേവ പൂർണ്ണാത ഗോപാലബാലം സദാ മേ മനസ്യ വിരസ്തം കിമന്യേ ഇദം തേ മുഹാംബോജം അത്യന്തനീലയേ വൃതം കുണ്ടലൈ സ്നിഗ്ധരക്തൈ ച ഗോപ്യാം മുഹുചുംബിതം ബിംബരക്താധരം മേ മനസ്യ വിരസ്താമലം ലക്ഷ്യലാഭ്യാം നമോ ദേവദാമോദരാനന്ദ വിഷ്ണു പ്രസീദ പ്രഭോ ദുഃഖജലാബ്ധിമഗ്നം കൃപാദൃഷ്ടിവൃഷ്ട്യാദിദിനം ബദാനു ഗ്രഹാണേശ മാമജ്ഞം യദീയശിദൃശ്യ കുബേരാത്മജൗ ബദ്ധമൂർത്തൈവ തദ്യദ്വാ ത്വയാ മോചിതൗ ഭക്തി ഭജൗ കൃതൗ ച സദാ പ്രേമ ഭക്തിം സ്വകാമേ പ്രയച്ഛ നമോക്ഷേ ഗ്രഹോ മേസ്തി ദാമോദരേഹ നമസ്തേ സുദാംനേ സ്ഫുരദീപ്തിദാംനേ തുദീയോദരായാദാ വിശ്വസ്യദാംനേ നമോ രാധികായേ തുദീയ പ്രിയായേ നമോ അനന്തലീലായ ദേവായ തുഭ്യം നമോ രാധികായേ തുദീയ പ്രിയായേ നമോ അനന്തലീലായ ദേവായ തുഭ്യം ഈശ്വരം സച്ചിദാനന്ദരൂപം ലസകുണ്ടലം ഗോകുലേ വ്രാജമാനം യശോദാവിയോലോഹലാദവമാനം പരാമൃഷ്ടമത്യന്തതോധൃത്യ ഗോപ്യ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധാ ദാമോദര രാധാ ദാമോദര രാധേ ജയ രാധാ ഗിരിധാരി രാധാ ഗിരിധാരി രാധേ ജയ രാധേശ്യാം ജയ രാധേശ്യാം ജയ ദാമോദര ജയ ദാമോദര ജയ ജയ പ്രഭുപാദ് 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 ഗുരുദേവ്. ഹരേ കൃഷ്ണ. അപ്പോ എല്ലാവർക്കും നമ്മുടെ ഗരുഡ പുരാണത്തിൽ സ്വാഗതം. ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോധനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗർ ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ജയ പ്രഭുപാദ് 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 പ്രഭുപാദ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഗരുഡ പുരാണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിന്റെ വേഗതയിൽ യമരാജാവിന്റെ അടുത്ത് പോയി വരുന്നത്, അത് കഴിഞ്ഞിട്ട് 16 ദിവസത്തോളം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്, പിന്നെ പിണ്ടബലി ആ 16 ദിവസത്തിനുള്ളിൽ പിണ്ടശരീരം ലഭിക്കുന്നത്, തുടർന്ന് 16ന്റെ അന്ന് യമകിങ്കരന്മാർ വന്ന് കൊണ്ടുപോകുന്നത്, പോകുന്ന വഴിയിലുള്ള ദുരിതങ്ങള്, പ്രശ്നങ്ങള്, അതെല്ലാം കഴിഞ്ഞ് യമരാജാവിന്റെ മുമ്പിലെത്തുന്നത്, നമ്മുടെ വിചാരണ, അത് കഴിഞ്ഞ് പാപികളായിട്ടുള്ളവർക്ക് 28 നരകങ്ങളുണ്ട്. പുണ്യവാന്മാർ നേരെ സൗരമണ്ഡലം വഴി സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകും. ഭക്തന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. അവർക്ക് ഈ പറയുന്ന യാത്രയോ അല്ലെങ്കിൽ നരക കാഴ്ചകളോ ഒന്നും ബാധിക്കുന്നില്ല. അവരപ്പോഴ മരിക്കുന്ന സമയത്ത് തന്നെ അവരെ വിഷ്ണു പാർഷദന്മാർ വന്ന് കൊണ്ടുപോകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. പരിശുദ്ധ ഭക്തരെ കൊണ്ടുപോയാൽ ചില ഭഗവാൻ തന്നെ വന്നും ഇരിക്കും. പൂന്താനത്തിനെ ഭഗവാൻ വന്ന് കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത്. ലോകത്ത് ആദ്യം ഏറ്റവും ഈ വളരെ റയറായിട്ട് സ്വന്തം ശരീരത്തോടു കൂടി തന്നെ ഭഗവാന്റെ ധാമത്തേക്ക് പോയ ആളാണ് പൂന്താനം. അപ്പം പൂന്താനം അത്ര വലിയ മഹാഭക്തനാണ്. അപ്പോ ഒരു പിതൃപുത്ര വാത്സല്യം ആണ് പൂന്താനവും ഭഗവാനുമായിട്ടുണ്ടായിരുന്നത്. കൊച്ചുകുട്ടിയെ തന്റെ മകനായിട്ട്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താനം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്ര മകനെ പോലെയാണ് ഭഗവാനെ കണ്ട് ആരാധിച്ച് കഴിഞ്ഞത്. അത് അത്രത്തോളം ഒരു വാത്സല്യം ഭഗവാനിലുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഭഗവാൻ വന്ന് നേരിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്തന്മാർക്ക് ഇതൊന്നും ബാധകമേ അല്ല. ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 98 അല്ലെങ്കിൽ 99% ആൾക്കാരും ഈ സാധാരണ ഗ്രൂപ്പിൽപ്പെടും. ഭാഗ്യം കൊണ്ട്, പുൻജന്മ സുഹൃതം കൊണ്ട് ഹരേ കൃഷ്ണ മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പറഞ്ഞ 4 നിയമങ്ങളും പാലിച്ച് ഹരിയുടെ യുഗധർമ്മമായ ഹരിനാമ സങ്കീർത്തനം ജപിച്ച് ഏകാദശി പോലുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന പരിശുദ്ധരായിട്ടുള്ള ഭക്തർക്ക് ഇതൊന്നും ബാധകമല്ല.
അപ്പോ നമ്മൾ 28 നരകങ്ങളെ കുറിച്ച് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ആരാണ് പിന്നെ എന്താ പറയാ പിന്നെ പാപികൾ ആരാണ്, പുണ്യവാന്മാർ ആരാണ്, ഭക്തർ ആരാണ്, പരിശുദ്ധ ഭക്തർ തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചു. അതിന് ശേഷം നമ്മൾ ദാനധർമ്മത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറഞ്ഞു. ഈ സവണ്ടി ക്രിയ അല്ലെങ്കിൽ പിണ്ടശരീരം ലഭിക്കുന്ന ആ സമയത്ത് പുത്രന്മാർ ചെയ്യേണ്ട ചില ദാനങ്ങളുണ്ട്. അതും നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ വസ്ത്രദാനം, കുടദാനം, വിളക്ക് ദാനം, മെതിയടി ദാനം, ജലപാത്രദാനം, ഇതെല്ലാം ആ പോകുന്ന വഴിക്ക് ഈ പ്രേതാത്മാവിന് അല്ലെങ്കിൽ പ്രേതശരീരിയായ ആ ആത്മാവിന് സൗഖ്യം നൽകുന്ന കാര്യങ്ങളാണ്. അത് ദാനങ്ങൾ 4 വിധമുണ്ടെന്ന് പറഞ്ഞു. ആ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന ദാനം, പാപപരിഹാർത്ഥം ചെയ്യുന്ന ദാനം, ഈശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുന്ന ദാനം, കൂടാതെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നടത്തുന്ന ദാനം. ഇങ്ങനെ 4 തരം ദാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. തുടർന്ന് നമ്മൾ ആത്മാവ് ഈ നരകശിക്ഷയെല്ലാം അനുഭവിച്ചതിന് ശേഷം യാതന ശരീരം വിട്ട് പിതൃശരീരം നേടി പിതൃക്കളുടെ ലോകത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ ആ പിതൃക്കളുടെ ലോകത്തെ അവസാനത്തെ ആളായിട്ട്, ആ ക്യൂവിലെ, വലിയ ക്യൂവിലെ അവസാനത്തെ ആളായിട്ട് നമ്മളും ചെന്ന് ചേരും. ചിലപ്പോൾ നമ്മളുടെ പിതൃക്കൾ, മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ ആരെങ്കിലും മുന്നേ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ അവർ വേറെ കർമ്മം സ്വീകരിച്ച് വേറെ ജന്മം സ്വീകരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവസാന ജന്മത്തെയും മുൻജന്മങ്ങളിലെയും ഒക്കെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള പുണ്യവും പാപവും നോക്കി കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആരോടൊക്കെ കടബാധ്യത, ആരെയൊക്കെ ചതിച്ചു, ആരെയൊക്കെ കൊന്നു, ആരെയൊക്കെ ദ്രോഹിച്ചു, അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കുടുംബത്തിലെ ഒരു അച്ഛന്റെ രേതസ്സിലൂടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന് പുറത്തേക്ക് ഒരു കുഞ്ഞായിട്ട് വീണ്ടും സ്ഥൂല ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ആത്മാവ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് മറ്റുള്ള ചിലപ്പോൾ നമ്മുടെ തന്നെ തൊട്ട അയൽവക്കത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെയൊക്കെ മാതാപിതാക്കള് കാട്ടി ചിലപ്പോൾ എന്തെങ്കിലും മദ്യപാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പുത്രനായിട്ട് ജനിക്കുന്നത് കൊണ്ട് ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ ആയിപ്പോ, അല്ലെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ അർഹനായിട്ടുള്ള ആളാണ് നാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ചിന്തിച്ചോണം, നമ്മുടെ പുത്രന്മാരായിട്ട് വരുന്നവരുടെ ദോഷങ്ങൾ, പ്രശ്നങ്ങൾ, അവർ കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതെല്ലാം അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, ചതിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ മക്കളായിട്ട് ജനിക്കാം. മുൻ ജന്മ ശത്രുക്കൾ മക്കളായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന മാതാപിതാക്കളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ഇവരെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ തന്നെ സ്വന്തം കർമ്മത്തെ അടിസ്ഥാനമാണ്. അല്ലാതെ ഞാൻ നല്ലവൻ, എൻ്റെ അച്ഛനും അമ്മയും മോശമായിപ്പോ അല്ലെ എൻ്റെ മക്കള് മോശമായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇതിനെല്ലാം ബന്ധമുണ്ട്, ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഒന്നും ബന്ധമില്ലാതെ ഉണ്ടാകുന്നില്ല. എല്ലാത്തിനും ഭഗവാന്റെ കണക്കെന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. അത് സൂപ്പർ കമ്പ്യൂട്ടറിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള കണക്കാണ്. അത് ഒരു കടുകിട അതിൽ ഒരു വ്യത്യാസം വരത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആ കണക്കുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് പിറക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞ ശ്രാദ്ധത്തിലേക്ക് നമ്മൾ കടന്നു. ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം അത് കർക്കിടവാവിനും മറ്റും എല്ലാ വർഷത്തും നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. ആ കർമ്മത്തിലൂടെ പിതൃക്കൾക്ക് ആഹാരം കിട്ടുന്നതാണ്. അവരുടെ സദ്ഗതിക്ക് വേണ്ടതായിട്ടുള്ള ഊർജം അതിലൂടെയാണ് കിട്ടുന്നത്. അത് ചെയ്യേണ്ടത് വിഷ്ണുവിന്റെ മന്ത്രങ്ങളും വിഷ്ണു പ്രസാദവും കൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. പലരും ഇന്നത് ഒരു ദിവസം കൊണ്ട് ആയിരങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കണ്ടുകൊണ്ട് ഒരു ജോലി പോലെ കണ്ട് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ
ഇത് ഒരു ഉപജീവന മാർഗം പോലെ ചെയ്യുന്നവരുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ കർമ്മത്തെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കർമ്മത്തെ നമ്മൾ വലിച്ച് നമ്മുടെ തലയിലേക്ക് വയ്ക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ആ കർമ്മം കൊണ്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവന് വിഷ്ണുപ്രസാദം കിട്ടാതെ വരികയും ആ ആത്മാക്കൾ, ആ പിതൃക്കൾ ശപിക്കുകയും ആ ശാപം ഈ കർമ്മിക്കും കൂടെ കിട്ടുകയും അങ്ങനെ കർമ്മികൾക്ക്, ഇങ്ങനെ ചെയ്യുന്ന കർമ്മികൾക്ക് വീട്ടില് സമാധാനമില്ലായ്മ, മാരകമായ അസുഖങ്ങൾ, ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. പെട്ടെന്നുള്ള മരണം, ഇതെല്ലാം അവർക്ക് സംഭവിക്കാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതിൽ ബലി അല്ലെങ്കിൽ ശ്രാദ്ധം ചെയ്യേണ്ട ദിവസത്തെ കുറിച്ച് ഒരു ചെറിയ സംശയം നേരത്തെ ക്ലാസ്സിലുണ്ടായി. ശരിയാണ്, എനിക്കും ആ കാര്യത്തിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു 3 പുസ്തകം നോക്കിയാണ് ഇത് റെഫർ ചെയ്താണ് ഇത് ചെയ്തത്. അതിൽ വായിച്ചതില് ഈ ദിവസം മാത്രം പറഞ്ഞിട്ട് അത് മരിച്ച ദിവസമാണോ ജനിച്ച ദിവസമാണോന്നോ ആ ബുക്കിലില്ല. ഞാൻ അതിന്റെ ആ ഫോട്ടോ ഞാൻ ആദികർത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് മാത്രമല്ല, തൊട്ടടുത്തൊരു വീട്ടില് ഈ പറഞ്ഞ പോലെ അവരുടെ ജനിച്ച നക്ഷത്രത്തിൽ തന്നെയാണ് അവരന്ന് ശ്രാദ്ധമൊക്കെ ചെയ്തത്. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അവർ ജനിച്ചതും മരിച്ചതും ഒരേ ദിവസമായിരുന്നു. അപ്പൊ ഇങ്ങനെ 2 കാരണങ്ങൾ കൺഫ്യൂഷനായിട്ട് കിടപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ ഒരു സംസാരത്തിൽ നമുക്കത് ആ ചർച്ചയിൽ അത് ഒരു എന്താ എനിക്ക് ഒരു ചെറിയ ഡൗട്ടായിട്ട് അത് വന്നു. പിന്നെ ഞാനത് ചോദിച്ചു, ജോസാക്ഷി പ്രഭുവിന്റെ അടക്കം ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും മരിച്ച ദിവസത്തെ നാള് തന്നെയാണ് ഈ പറയുന്ന ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ള ഈ പരേതനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും മരിച്ച ആളിന്റെ നക്ഷത്രം, മരിച്ച ദിവസത്തെ നക്ഷത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ വായിച്ച ആ പുസ്തകത്തില് അങ്ങനെ മരിച്ച ദിവസം ഒന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് അയച്ചിട്ടുണ്ട്. എനിവേ, ഈ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട ശ്രാദ്ധം, അത് ഈ പറയുന്ന അമാവാസി ദിവസം, കൃഷ്ണപക്ഷം, സംക്രാന്തി, ഗ്രഹണം തുടങ്ങി ഉള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ വിഷു പോലെയുള്ള ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ്. പിന്നെ ദാനധർമ്മങ്ങൾ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സബിന്റെ ക്രിയയായിട്ട് ബന്ധപ്പെട്ട ദാനങ്ങൾ മാത്രമല്ല ഉള്ളത്, അല്ലാതെ ദാനം, പൊതുവായിട്ട് ദാനങ്ങൾ പറയുന്നുണ്ട്. അത് വിദ്യ, നമ്മുടെ അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നെങ്കിൽ അവന് ബ്രഹ്മലോകത്ത് ഉന്നത സ്ഥാനം ലഭിക്കും, സർവ്വപാപങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്നു. വസ്ത്രങ്ങൾ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ചന്ദ്രലോകത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഈ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുതിരകളെയൊക്കെ ദാനം ചെയ്യുന്നവർക്ക് അശ്വിനി ദേവന്മാരുടെ ലോകത്തേക്ക് പോകാം. കാളകളെ ദാനം ചെയ്യുന്നവർക്ക് ഭൂമിയിൽ തന്നെ മികച്ച ഐശ്വര്യ ജീവിതം നയിക്കും. പശുവിനെ ദാനം കൊടുക്കുന്നവർക്ക് ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പറ്റും. തേന്, നെയ്യ് ഇതൊക്കെ ദാനം ചെയ്യുന്നവർക്ക് സർവ്വ ദുഷ്കൃതവും നശിച്ച് അവർക്ക് സദ്ഗതി ലഭിക്കും. അന്നദാനം ചെയ്യുന്നവർക്ക് ക്ഷയിക്കാത്ത സുഖം ലഭിക്കും. ചോറ്, ജലം ഇതെല്ലാം വൈശാഖ മാസത്തിൽ ദാനം ചെയ്താൽ ഭയത്തിൽ നിന്ന് മോചനം ഉണ്ടാവും. എള്ള് ദാനം ചെയ്താൽ ഇഷ്ടപ്പെട്ട സന്താനം ലഭിക്കും. വിളക്ക് ദാനം ചെയ്താൽ കാഴ്ചശക്തി കൂടുതൽ കിട്ടും. വെള്ളം ദാനം ചെയ്താൽ തൃപ്തി ലഭിക്കും. ഭൂമി നമ്മൾ ദാനം ചെയ്താൽ സർവ്വ അഭീഷ്ടവും നടക്കും. സ്വർണം ദാനം ചെയ്താൽ ദീർഘായുസ് ലഭിക്കും. ഗ്രഹം, വീട് വെച്ച് ദാനം ചെയ്താൽ ശ്രേഷ്ഠ ഗ്രഹങ്ങൾ തന്നെ നമുക്ക് കിട്ടും. വെള്ളി ദാനം ചെയ്താൽ സൗന്ദര്യം ലഭിക്കും. കിടക്ക, വാഹനം ഇവയൊക്കെ ദാനം ചെയ്താൽ ഉത്തമമായിട്ടുള്ള ഒരു പത്നിയെ ലഭിക്കും. ധാന്യം ദാനം ചെയ്താൽ ശാശ്വത സൗഖ്യം ലഭിക്കും. പശുവിന് പുല്ല് ദാനം ചെയ്താൽ സകല പാപങ്ങൾ നശിക്കും. വിറക് ദാനം ചെയ്താൽ നല്ല ദഹനം സംഭവിക്കും. ഔഷധം, എണ്ണ ഇതൊക്കെ ദാനം ചെയ്താൽ ആയിരം സൗഖ്യം, ദീർഘായുസ് കിട്ടും. ഇങ്ങനെയൊക്കെ ദാനത്തെക്കുറിച്ച് പൊതുവിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ കിടക്കുന്നത് പുനർജന്മത്തിലേക്കാണ്. പുനർജന്മം എന്ന് വെച്ചാല് ജനിച്ചാല് മരിക്കണം, മരിച്ചാൽ ജനിക്കണം. അത് രാത്രിയും പകലും പോലെയാണ്. ഇതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പറഞ്ഞ ശ്രാദ്ധം നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രാദ്ധം അത് ഇത്ര ഇന്ന ദിവസങ്ങളിൽ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് അവരുടെ സദ്ഗതി കിട്ടുന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇതിനെ ഈ പറയുന്ന ശ്രാദ്ധങ്ങളിൽ ഏറ്റവും 3 തരം ശ്രാദ്ധം. ഒന്ന് ഇല്ലം, വല്ലം, നെല്ലി. ഇല്ലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ശ്രാദ്ധമുണ്ട്. നമുക്ക് വീട്ടിൽ കടൽ തീരത്തൊക്കെ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അത്
രാവിലെ തലേദിവസം തന്നെ ഒരിക്കൽ ആഹാരം കഴിച്ച് വളരെ ശുദ്ധിയോടുകൂടി എന്താ പറയാ ബ്രഹ്മചര്യമൊക്കെ പാലിച്ച് അതിരാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്ന് വളരെ ശുദ്ധിയോട് ശ്രദ്ധയോടുകൂടി ഭഗവാന് വേണ്ടി കൃഷ്ണപ്രസാദം ഉണ്ടാക്കിയിട്ട് ഈ ആത്മാവിന് വിഷ്ണു മന്ത്രങ്ങൾ കൊണ്ട് തർപ്പണമെല്ലാം ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഭഗവാന് നിവേദിക്കുക. ആദ്യം ഈ പ്രസാദം തുളസിയെല്ലാം ഇട്ട് ഭഗവാൻ നിവേദിച്ചിട്ട് ആ പ്രസാദം നമ്മുടെ ഈ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രസാദമായിട്ട് കൊടുത്തിട്ട് അത് കാക്കയ്ക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ വിളിച്ച് വീട്ടിലിരുത്തി അന്നദാനമൊക്കെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്യാം. ഇല്ലം എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. പിന്നെ വല്ലം തിരുവല്ലത്തിൽ ചെയ്യുന്നതാണ്. പിന്നെ തിരുനെല്ലിയിൽ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ ഗയാശ്രാദ്ധം, ഏറ്റവും പ്രധാനപ്പെട്ട ശ്രാദ്ധമാണ് ഗയാശ്രാദ്ധം. ഗയാശ്രാദ്ധത്തിലൂടെ മോക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ സ്വർഗീയ ലോകങ്ങളിൽ പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരവസ്ഥ ആർക്കും ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ അവിടെ പോലും അതിന് പോലും എന്തെങ്കിലും ഒരു വിഘാതം അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ അതിനൊരു പരിഹാരം ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഭാഗവത പാരായണം. അതിന് ഒരു കഥയുണ്ട്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേര് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറെ പേരെങ്കിലും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഗോകർണ ചരിതം. ഗോകർണ ചരിതം എന്ന് പറഞ്ഞാല് തുംഗഭദ്ര നദീതീരത്ത് ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വളരെ സാധുവാണ്, നിഷ്കളങ്കനാണ്, സാമ്പത്തികമായിട്ടൊക്കെ വലിയ പണക്കാരനൊന്നുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വിവാഹപ്രായമായി ദുന്ദുലി എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചു. ദുന്ദുലി വളരെ സുന്ദരിയാണ്, വലിയ പണക്കാരിയാണ്, സ്മാർട്ടാണ്, യങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. ഇയാൾക്ക് വലിയ വിലയൊന്നും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇയാള് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. സാമ്പത്തികമായിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല, എന്തും എവിടെ ആശ്രയിക്കണം. അപ്പൊ അങ്ങനെ കഴിയുന്ന സമയത്ത് അതോടൊപ്പം തന്നെ പുത്രനും ജനിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം ആ സ്ത്രീക്ക്, ആ ദുന്ദുലിക്ക് ഇയാളോട്, ഈ ആത്മദേവനോട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാലം കടന്നു പോയപ്പോഴേക്കും ഈ സ്ത്രീയുടെ എന്താ പറയാ ഒരു ഇൻസൾട്ട് കാരണം അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. വളരെ പുച്ഛമായ രീതിയിൽ ഭർത്താവിനോട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ജീവിതം മടുത്ത് ഇവിടെ കാട്ടിലോട്ട് പോയി. കാട്ടിൽ ചെന്ന് ഇങ്ങനെ ഒരു അരയാലിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ അരയാലിന്റെ മുമ്പിലുള്ള തടാകത്തിന്റെ അക്കരെ ഒരു സന്യാസി വരുന്നത് കണ്ടു. അദ്ദേഹത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, അദ്ദേഹം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ആ അരയാലിന്റെ ചൂടെല്ലാം ക്ലീൻ ചെയ്തിട്ട് നേരെ പുഴയിലിറങ്ങി കയ്യും കാലും എല്ലാം കഴുകി വെള്ളമെടുത്ത് തർപ്പണമൊക്കെ ചെയ്ത് നേരെ മുഖമൊക്കെ തുടച്ച് നേരെ വന്ന് അവിടെ ഇരിക്കുന്നു. ഇങ്ങനെ ധ്യാനിക്കുന്നു. അപ്പോൾ ആ മുഖത്തെല്ലാം ഒരു വല്ലാത്ത ഒരു പ്രഭ, ഒരു തേജസ്. അദ്ദേഹത്തിന് ആ സന്യാസിയെ കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയാ ഒരു അത്ഭുതവും അതിശയവും ഒരു പ്രതീക്ഷയൊക്കെ ആ സന്യാസിയിൽ ഉണ്ടാകുകയും അദ്ദേഹം പതിയെ നടന്ന് ആ സന്യാസിയുടെ അടുക്കലേക്ക് ചെന്നു. കാൽപെരുമാറ്റം കേട്ട് സന്യാസി കഥയെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ ആത്മദേവൻ തൊഴുകയോടുകൂടി നിൽക്കുകയാണ്. ചോദിക്കുന്നു, ആരാണ്, എന്താണ്? അപ്പം അദ്ദേഹം പറയാം, ഞാൻ ആത്മദേവനെന്നാണ്, ഞാൻ തുംഗഭദ്ര നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളാണ്, ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാൻ കല്യാണമെല്ലാം കഴിഞ്ഞു, പക്ഷെ എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്കൊരു പുത്രനെ അവർക്ക് നൽകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങ് വിചാരിച്ചാൽ എനിക്കൊരു പുത്രനെ തരുവാനുള്ള എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണം. അപ്പോ ഇദ്ദേഹം ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞിട്ട് ധ്യാനിച്ചിട്ട് കണ്ണു തുറന്നിട്ട് പറയും, സോറി, നിനക്ക് ഈ ജന്മത്തില് പുത്രഭാഗ്യം വിധിച്ചിട്ടില്ല. അഥവാ നീ ഏതെങ്കിലും രീതിയിൽ ഒരു പുത്രനെ നീ നേടാൻ ശ്രമിച്ചാൽ നിനക്കത് ജീവിതകാലം മുഴുവൻ ദുഃഖം നൽകുന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, ഇല്ല, എനിക്ക് അത് കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനേക്കാൾ വലുതല്ല ആ ദുഃഖം. അഥവാ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സഹിച്ചു കൊള്ളാം. എങ്ങനെയായാലും എനിക്കൊരു പുത്രനെ തരണം, അതിന് വേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണം. അപ്പൊ ഇദ്ദേഹം വീണ്ടും ഉപദേശിക്കും, വേണ്ടെന്ന് പറയുന്നില്ല, അങ്ങനെ എനിക്കൊരു പുത്രന് തരാൻ വേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും. ശരി, എന്നാൽ ഒരു 2 മിനിറ്റ് നീ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ധ്യാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ നിന്നും ഒരു മാമ്പഴം അദ്ദേഹത്തിന്റെ മടിയിലേക്ക് വന്ന് വീഴും. അദ്ദേഹം ആ മാമ്പഴം എടുത്തിട്ട് ആത്മദേവനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഈ മാമ്പഴം കൊണ്ട് നിന്റെ പത്നിക്ക് കൊടുക്കാൻ പറയും.
അങ്ങനെ ആത്മദേവൻ വളരെ സന്തോഷത്തോടു കൂടി ഓടും. അവിടെ നിന്ന് ഓടി കയ്യിൽ മാമ്പഴമായിട്ട് ദുന്ദുലി ദുന്ദുലി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച്. അപ്പോൾ ദുന്ദുലി അടുക്കളയിൽ നിന്ന് ഇതാരിങ്ങേരി പോയത്, ഇത്രയും ദിവസം എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം കയറി വന്നിരിക്കണം എന്നൊക്കെയുള്ള ദേഷ്യത്തില് ഇവിടെ എന്തോന്ന് ഇവിടെ ചെവിയാക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെളിയിൽ ഇറങ്ങി വരും. അപ്പം പറയും, നിനക്ക് ഒരു പുത്രൻ ഉടനെ ജനിക്കും, ഈ മാമ്പഴം കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോഴാണ് ദുന്ദുലിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത്. കാരണം ദുന്ദുലി പുറമേ ഇങ്ങനെ കുട്ടികളില്ലാത്തതിൽ ദുഃഖം ഭാവിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ദുന്ദുലിക്ക് പുത്രൻ ഉണ്ടാകുന്നതിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ദുന്ദുലിക്ക് അറിയാം, പുത്രനൊക്കെ ഉണ്ടായാൽ പിന്നെ ഗർഭിണിയാകും. ഗർഭിണിയായി കഴിഞ്ഞാൽ വയറെല്ലാം വീർത്ത് ഇതെല്ലാം ശരീരമെല്ലാം ചാടി പിന്നെ ആ സൗന്ദര്യമെല്ലാം പോകും. അത് കൂടാതെ പുത്രനായാലും പുത്രിയായാലും ജനിച്ചു കഴിഞ്ഞാൽ ഉറക്കമേ കാണില്ല, രാത്രി ഒരു കൂടി ഉറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ അസുഖങ്ങൾ വന്നാൽ തൂക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടണം. 24 മണിക്കൂറും ഇതിന്റെ മലവും മൂത്രങ്ങളൊക്കെ എടുക്കണം. ഇതിനൊക്കെ വലിയ പാടാണ്, എനിക്കിതൊന്നും വയ്യേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ദുന്ദുലിക്ക്. പക്ഷെ ഇയാളെ കളിയാക്കാനും കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും ദിവസം ആ പുത്രൻ ഇല്ലാത്തതിന്റെ കുറ്റം ഇയാളെ മണ്ടയിൽ ആരോപിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദുന്ദുലി ആകെ ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, പെട്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ മാമ്പഴം കഷ്ടകാലത്തിന് കഴിച്ച് കുട്ടി വല്ലതും ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്റെ സൗന്ദര്യവും നശിക്കും, എന്റെ ജീവിതം തന്നെ കൊള്ളാവും. അതുകൊണ്ട് എന്ത് ചെയ്യട്ടെന്ന് ആലോചിക്കും. അങ്ങനെ സഹോദരി അടുത്ത് വെല്ലും. സഹോദരി പറയും, എടി ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് ഒരു മാമ്പഴം കൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അത് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പം അത് കഴിച്ചാൽ ഞാൻ ഗർഭിണിയാകുമെന്നാണ് പറയുന്നത്, എന്ത് ചെയ്യാനാണ്? അപ്പം സഹോദരി പറയും, ഞാനെന്താ പേടിക്കാൻ, ഞാനും ഗർഭിണിയാണ്, എന്റെ ഭർത്താവിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, നീ വിചാരിച്ചാൽ എല്ലാ കാര്യവും മംഗളായിട്ടുണ്ട്. എന്താണ് അത്? എന്റെ ഭർത്താവിന് നീ കുറെ കാശ് കൊടുക്കണം, അത് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, അപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രസവിക്കുമ്പോ എന്റെ കുട്ടിയെ നിനക്ക് തരാം. അപ്പൊ ഞാനിങ്ങനെ പാല് കൊടുക്കാം. അത് പറഞ്ഞാൽ പാലില്ല, നിനക്ക് പാല് പ്രസവത്തിന് ശേഷം പാലുണ്ടായില്ല, എന്റെ സഹോദരി ഗർഭിണിയായി പ്രസവിച്ചു, പക്ഷെ കുട്ടി മരിച്ചുപോയി, പക്ഷെ പാൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയണം. അപ്പോ ഭർത്താവ് അത് കേട്ട് എന്നെയും എന്റെ ഭർത്താവിനെ അങ്ങോട്ട് വിളിക്കും. ഞങ്ങൾ അവിടെ വന്ന് എന്റെ കൊച്ചിന് പാലും കൊടുത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ എന്ന് പറയും. ഓ, നല്ല ഐഡിയ, നീ മിടുക്ക് തന്നെയാന്ന് പറഞ്ഞ് കൈയെല്ലാം പിടിച്ച് കുലുക്കി നേരെ ദുന്ദുലി ഇവിടെ വന്നിട്ട് ആ മാമ്പഴം എടുത്ത് അവിടെ വീട്ടിലെ പശുവിനെ എടുത്തു കൊടുക്കും. പശു അതങ്ങനെ കഴിക്കും. ഈ പറയുന്ന ആത്മദേവനെ പറ്റിക്കാനായിട്ട് ഇവര് സ്വയം ഗർഭിണിയായിട്ട് നടിക്കും. അയ്യോ, വല്ലാത്ത ക്ഷീണം, ഭയങ്കര തലച്ചുറ്റ്, ആഹാരം പാകം ചെയ്യാൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വയറ്റിൽ തുണിയെല്ലാം വെച്ച് കെട്ടി ഗർഭിണിയായിട്ട് ശ്വാസിച്ചുകൊണ്ട് നടക്കും ആര്? ദുന്ദുലി. അങ്ങനെ 8 മാസം കഴിഞ്ഞു. ദുന്ദുലിയുടെ സഹോദരി പ്രസവിക്കും. ഉടൻ തന്നെ ഭർത്താവ് മുഖാന്തരം ഇയാൾ ആത്മദേവൻ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ആ കുട്ടിയെ ഇവിടെ കൊണ്ട് കൊടുക്കും. ഇതിനിടയിൽ പശുവും പ്രസവിക്കും. പശു പ്രസവിക്കുമ്പോൾ സാധാരണ പശുക്കുട്ടിയാണ് ജനിക്കാറ്. പക്ഷെ ഇവിടെ പശുവിന്റെ ചെവിയുള്ള ഗോകർണം, പശുവിന്റെ ചെവിയുള്ള ഒരു സുന്ദരനായ ഒരു ബാലനാണ് പശുവിൽ നിന്നും ജനിച്ചു വീണത്. അപ്പൊ ഇദ്ദേഹം ആത്മദേവൻ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്? തനിക്ക് ഒരു പുത്രനില്ല എന്നുള്ള വിഷമം തീരാൻ വേണ്ടി 2 പുത്രന്മാരെ ഈശ്വരൻ എനിക്ക് തന്നു. എന്റെ ഭാര്യയും പ്രസവിച്ചു, എന്റെ വീട്ടിൽ നിന്ന പശുവും പ്രസവിച്ചു. രണ്ട് പുത്രന്മാര്. ആ പശു പ്രസവിച്ച കുട്ടി നല്ല സുന്ദരനാണ്, ചെവി മാത്രം പശുവിന്റെ പോലെ നീളത്തിൽ. അപ്പോ മറ്റതും ഒരു കുട്ടി നല്ല കുട്ടി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആത്മദേവൻ ഈ 2 കുട്ടികളെയും വളരെ സന്തോഷത്തോടു കൂടി പരിപാലിക്കും. നല്ല രീതിയിൽ ആഹാരമെല്ലാം പാലെല്ലാം കറന്ന് കൊടുത്ത് 2 കുട്ടികളെയും പരിപാലിക്കും. ഈ സഹോദരിയും ഭർത്താവും ഇവിടെ നിന്ന് ഇവരുടെ ചെലവിൽ അവരും സുഖിച്ച് ജീവിക്കും. ആർക്കും ഒരു പ്രശ്നമില്ല. ഈ ആത്മദേവൻ ഈ കാര്യം ഒന്നും അറിഞ്ഞുമില്ല. അങ്ങനെ 2 പേരെയും ഗുരുകുലത്തിൽ കൊണ്ട് ചേർക്കേണ്ട സമയമായി. ഗുരുകുലത്തിൽ കൊണ്ടുപോയതാണ് തന്നെ ഈ ദുന്ദുലിയിൽ ജനിച്ച പുത്രൻ ഗുരുവുമായിട്ട് വഴക്കും കൂടി ബഹളം കൂടി അവിടെ കലമൊക്കെ എടുത്ത് തറയിൽ അടിച്ചിട്ട് നേരെ വീട്ടിൽ കയറി വരും. മറ്റേ ഗോകർണൻ വന്നിട്ട് വളരെ ഗുരുഭക്തിയോടുകൂടി ഗുരുവിൽ നിന്നും കാര്യങ്ങളെല്ലാം ആത്മജ്ഞാനമെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ പുത്രൻ മടങ്ങി വന്നപ്പോൾ ആത്മദേവൻ ചോദിച്ചു, എന്താ നീ ഇനി പോകുന്നത്? എന്താ ഉണ്ണി, നിനക്ക് പഠിക്കണ്ടേ? അത് എനിക്കിപ്പോ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പഠിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിച്ചോളാം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ ഭയങ്കരമായ വാശിയും വൈരാഗ്യവും
തന്റെ ഇടം പറച്ചിലും ഒക്കെ ആയിരുന്നു ഈ ദുന്ദുലിയിൽ നിന്ന് ജനിച്ച ദുന്ദുകാരി. ആ കുട്ടിയുടെ പേര് ദുന്ദുകാരി, ഗോകർണൻ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ദുന്ദുലി പഠിക്കാനും പോയില്ല, വെറും കമ്പം കഴുത എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വളരെ മോശമായ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് മോഷണം, ജീവികളെ വേട്ടയാടല്, മത്സ്യം പിടിച്ചു തിന്നല്, ഇങ്ങനെയുള്ള ക്രൂരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് മോഷണം, കാട്ടിൽ കൂടെ പതിയിരുന്ന് അവിടെ അതുവഴി പോകുന്ന ആൾക്കാരെ കൊള്ളയടിക്കൽ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് പോയി. ഗോകർണൻ ഈ ഗുരുവിൽ നിന്നും എല്ലാ കാര്യങ്ങളും പഠിച്ച് പുറത്തു വന്നിട്ട് തീർത്ഥയാത്രയ്ക്കായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇതിനിടയിൽ ഈ ദുന്ദുലിയുടെ സ്വഭാവം വളരെ മോശമാവുകയും അച്ഛനെയും അമ്മയൊക്കെ അടിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു. അപ്പോ അടികൊണ്ട് സഹിക്കാൻ വയ്യാതെ ആയപ്പോ ആത്മദേവൻ വല്ലാത്ത സങ്കടപ്പെട്ടു. അപ്പോൾ ഈ പണ്ട് സന്യാസി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. തന്റെ പുത്രൻ നിന്ന് നിനക്ക് വല്ലാത്ത ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് അദ്ദേഹം ഓർത്തു. അപ്പോ ഗോകർണൻ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛാ, ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ്, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ആരുടെയും കുറ്റമല്ല. അച്ഛൻ അത് കാരണം ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അങ്ങ് വാനപ്രസ്ഥ സ്റ്റേജ് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അങ്ങ് ഇനിയെങ്കിലും അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും കാട്ടിലേക്ക് പോയി അവിടെ ഇരുന്ന് ഭഗവാനെ ആരാധിച്ച് കാട്ട് ഫലങ്ങളും പിന്നെ വേരുവർഗ്ഗങ്ങളും ഒക്കെ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഭഗവത് സ്മരണയായിട്ട് കഴിയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ആത്മദേവന് അത് പൂർണ്ണ തൃപ്തിയായി. ആത്മദേവൻ പത്നിയെ വിളിക്കും, ദുന്ദുലി വാ, നമുക്ക് രണ്ടുപേർക്കായിട്ട് കാട്ടിലേക്ക് പോകാം. അപ്പോഴും ദുന്ദുലിക്ക് ഭൗതികമായ സുഖസൗകര്യങ്ങളോട് ഭയങ്കര അമിതമായ ആസക്തി ഉള്ളത് കൊണ്ട് ദുന്ദുലി പറഞ്ഞ്, ഞാൻ വരുന്നില്ല, ഞാനിവിടെ കിടന്നോളാം, രണ്ടാടി കൊണ്ടാലെന്ത്, നമുക്ക് ഇവിടെ സമയത്തിന് ആഹാരമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മദേവൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തപസ്സും ധ്യാനവുമായിട്ടൊക്കെ കഴിഞ്ഞു പോയി. അച്ഛനും പോയി. അത് കഴിഞ്ഞ് ഗോകർണൻ തീർത്ഥാടനത്തിനായിട്ട് ഗോകർണനും പോയി. അപ്പൊ വീട്ടില് അമ്മയും മകനും മാത്രമായി, ദുന്ദുലിയും ദുന്ദുകാരിയും മാത്രമായി. ആ സമയത്ത് ഇദ്ദേഹം 5 വേശ്യാസ്ത്രീകളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ വേശ്യാസ്ത്രീകളുമായിട്ട് മദ്യപാനവും ലീലകളുമായിട്ടൊക്കെ അവർ കഴിഞ്ഞു. എന്ന് മാത്രവുമല്ല, ദുന്ദുലിയെ കൊണ്ട് ഈ 5 പേരുടെയും വസ്ത്രങ്ങൾ അലപ്പിക്കുക, അവർക്ക് വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു വേലക്കാരിയേക്കാൾ കഷ്ടമായിട്ട് ഈ ദുന്ദുലി മാറാൻ തുടങ്ങി. എന്ന് മാത്രവുമല്ല, ഒരിക്കൽ മദ്യലഹരിയിൽ ഈ ദുന്ദുലിയെ ഈ ദുന്ദുകാരി ബലാത്കാരവും ചെയ്തു. അങ്ങനെ മകന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഈ ദുന്ദുലി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ടും ദുർമരണമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രേത ശരീരം ആയിട്ട് മാറി. ഇതിനിടയിൽ സാമ്പത്തികമായി ഈ വേശ്യാസ്ത്രീകളുടെ വല്ലാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് കാശ് വേണം. അതിന് കയ്യിൽ നിലവിൽ കാശില്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരെ രാജകൊട്ടാരത്തിന് സമീപത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് അത് കർശനമായിട്ട് ഈ കൊള്ളക്കാരനെ പിടിക്കാനുള്ള ഉത്തരവിട്ടു. അങ്ങനെ ഇദ്ദേഹം കൊള്ളയടിച്ച ധനങ്ങളും സ്വർണവും എല്ലാമായിട്ട് ഈ ദുന്ദുലി ഈ 5 പേരുമായിട്ട് കഴിയുന്ന സമയത്ത് ഈ 5 പേരും ആലോചിച്ചു, ഈ കൊള്ളയൊക്കെ അടിച്ച സ്ഥിതിക്ക് രാജാവ് എന്തായാലും ഇയാളെ പിടിക്കാൻ സൈന്യങ്ങളെ അയക്കും, അങ്ങനെ അവര് വന്നാൽ ഇയാളെ പിടിക്കും. എന്ന് മാത്രവുമല്ല, അയാളുടെ പത്നിമാരെന്നുള്ള നിലയിൽ നമ്മളും അകത്താവും, ചിലപ്പോൾ നമ്മുടെ കഴുത്തും ഈ രാജാവ് വെട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇയാളെ തട്ടിയിട്ട്, ഇയാളെ കൊന്നിട്ട്, ഈ ദുന്ദുലിയെ കൊന്നിട്ട് നമുക്ക് ഇയാൾ കൊണ്ടുവന്ന കൊള്ളയടിച്ച ധനവും സ്വർണവും എല്ലാം തട്ടിക്കൊണ്ട് നമുക്ക് പോയാലെന്ത് എന്നൊരു ചിന്ത അവര് ഇങ്ങനെ സ്വകാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. ശരിയാണ്, നല്ല കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവനും കിട്ടും, നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചെറിയ ധനവും കിട്ടും. മറിച്ച് ഇയാളെ കൂടെ കഴിഞ്ഞാൽ ധനവും കിട്ടില്ല, ചിലപ്പോൾ ജീവൻ തന്നെ പോകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ ഇദ്ദേഹത്തിനെ മദ്യം കുടിപ്പിച്ച് കിടത്തി കയ്യും കാലും എല്ലാം കെട്ടിയിട്ടു. എന്നിട്ട് 5 പേരും കൂടെ ചേർന്ന് അടിച്ചു കൊന്നു. പകുതി ഊരായപ്പോ തന്നെ അടുക്കളയിൽ അങ്ങനെ നല്ല രീതിയിൽ
വിറക് കരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തീക്കനലും ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ആ തീക്കനെല്ലാം അവരെല്ലാം വാരിക്കൊണ്ട് ഈ പിടച്ചുകൊണ്ട് കിടക്കുന്ന ദുന്ദുകാരിയുടെ ശരീരത്തിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇടാൻ കാരണം എന്ന് വെച്ചാല് ദുർമരണം, അടിച്ചു കൊന്നു കഴിഞ്ഞാൽ ആ ദുർമരണമാവും. ദുർമരണം ആയി കഴിഞ്ഞാൽ പ്രേത ശരീരമാവും. പക്ഷെ തീക്കനലിൽ വീണ് മരിച്ച ഒരാൾ ഇങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് ആരോ അവരടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ ഈ പച്ച ഉയരോടെ പകുതി ജീവനോടെ പിടച്ച് കിടന്ന ദുന്ദുകാരിയുടെ പുറത്തേക്ക് ഈ തീക്കനലുകൾ വാരിയിട്ട് പൊള്ളിച്ചും കൂടെ വല്ലാത്ത ദുർമരണമായിരുന്നു ദുന്ദുകാരിയുടെ. അങ്ങനെ അമ്മയും മകനും 2 പേരും അവിടെ പ്രേത ശരീര രൂപികളായിട്ട് അലയാൻ തുടങ്ങി. അടുത്തുള്ള വീടുകൾക്കുള്ള ആൾക്കൊക്കെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായി. രാത്രിയിൽ വല്ലാത്ത വിളി ബഹളങ്ങള്, ഭീകര രൂപങ്ങള് ഒക്കെ നിഴലിൽ ഈ 2 പേരും നിന്നു അവരെ നോക്കുന്നതൊക്കെ ഇവർ കാണാൻ തുടങ്ങി. അങ്ങനെ പേടിച്ച് ഈ മന്ത്രവാദികളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് മന്ത്രവാദം നടത്തി. പക്ഷെ മന്ത്രവാദികൾ വരെ ഇവരെ കണ്ട് പേടിച്ച് ഉള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു കളി നടന്നില്ല. ആ സമയത്ത് നമ്മുടെ ഗോകർണൻ തീർത്ഥാടനം എല്ലാം കഴിഞ്ഞ് വരുന്ന വഴി നാട്ടുകാരിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ ഗോകർണൻ നേരെ നേരെ എന്ത് ചെയ്തു? ഗയാശ്രാദ്ധത്തിലേക്ക് പോയി. ഈ അച്ഛനും ഈ അമ്മയ്ക്കും ഈ സഹോദരനും മോക്ഷം കിട്ടാൻ വേണ്ടി നേരെ ഗയാശ്രാദ്ധം നടത്തി. അവിടെ ഫൽഗുന നദിയുടെ തീരത്തുള്ള ഗയാശ്രാദ്ധമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്ന് വീടെല്ലാം ശ്മശാനമുഖമായി കിടക്കുന്നു. എല്ലാം തൂത്ത് വൃത്തിയാക്കി വലയെല്ലാം അടിച്ച് ക്ലീനാക്കി ഭഗവാന്റെ പടമെല്ലാം വെച്ച് ചന്ദനത്തിരി എല്ലാം കൊളുത്തി ഒരു നിലവിളക്കെല്ലാം കൊളുത്തി അവിടെ ഇരുന്ന് ഹരിനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് 2 രൂപങ്ങൾ നിൽക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു പോയി. കാരണം എന്താണ്? താൻ ഗയാശ്രാദ്ധം നടത്തിയ ആ 2 പേരും തന്റെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ്. ഇദ്ദേഹം അവരാണോ എന്നൊരു സംശയം തോന്നി. കാരണം താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, എന്റെ സഹോദരനായ ദുന്ദുലിയാണ് ഞാൻ, നിന്റെ അമ്മയായ ദുന്ദുകാരിയാണ് ഞാൻ, നിന്റെ അമ്മയായ ദുന്ദുലിയാണ് ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് ആ പ്രേതങ്ങളിൽ ഒരാൾ പറയും. അപ്പോൾ ഇദ്ദേഹം പറയും, ഗോകർണൻ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗയാശ്രാദ്ധമെല്ലാം നടത്തിയല്ലോ എന്ന് പറയും. ഞങ്ങൾക്കൊന്നും അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല, അത്രമാത്രം ക്രൂരമായ കർമ്മങ്ങൾ ചെയ്തു പോയി, അതുകൊണ്ട് ഒരു നേട്ടവും കിട്ടിയില്ല എന്ന്. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമാവും. സമാധാനിക്കൂ, ഞാൻ എന്താണ് വഴി എന്ന് ശാസ്ത്രം പറയുന്നതെന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പോകാൻ പറയും. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. നേരം വെളുക്കും. അദ്ദേഹം വല്ലാത്ത വിഷമത്തോടു കൂടി പുഴയിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പൊ അദ്ദേഹം സൂര്യഭഗവാനോട് നോക്കി ചോദിക്കും, എന്റെ സഹോദരനും എന്റെ അമ്മയ്ക്കും വേണ്ടി ഞാൻ എന്താണ് ചെയ്യാൻ, അവർക്ക് ഈ പറയുന്ന പ്രേത ശരീരത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് എന്താണ് ഞാൻ ചെയ്യാനുള്ളത് എന്ന് സൂര്യദേവനോട് ചോദിക്കും. അപ്പോ തന്റെ ചെവിയിൽ സൂര്യദേവൻ വന്ന് പറയുന്നത് പോലെ തോന്നും. ഈ ഭാഗവത സപ്താഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ അടങ്ങിയ ഭാഗവത സപ്താഹം നടത്താൻ പറയും. പെട്ടെന്ന് ആരോ തൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് ആരാണെന്ന് നോക്കിയപ്പോ ആരുമില്ല, ചുറ്റിലും ആരിലുമില്ല. നേരെ മുമ്പിൽ സൂര്യഭഗവാൻ അങ്ങനെ കോടി സൂര്യപ്രഭയോടുകൂടി ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഭാഗവത സപ്താഹം നടത്തണമെന്ന് മനസ്സിലായി. അദ്ദേഹം നേരെ വീട്ടിൽ വന്നു. എന്നിട്ട് ഇതൊക്കത്തുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭാഗവത സപ്താഹം നടത്താൻ പോവുകയാണ്, എൻ്റെ അമ്മയ്ക്കും സഹോദരനും സദ്ഗതി കിട്ടാനാണ്, അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വരാം, നിങ്ങൾക്കെല്ലാം സദ്ഗതി കിട്ടും എന്ന് പറയും. അങ്ങനെ നാട്ടുകാരെല്ലാം വരും. അങ്ങനെ 7 ദിവസം കൊണ്ട് ഭാഗവത സപ്താഹം നടത്തും. അതിൽ ഓരോ ദിവസവും സപ്താഹം അവസാനിക്കുമ്പോൾ ആ ഭാഗവത സപ്താഹം നടക്കുന്ന ആ പുരയിലെ ഒരു മുളയിലിന്റെ തണ്ട് പൊട്ടിച്ച് 7 ദിവസം കൊണ്ട് 7ാമത്തെ മുളം തണ്ട് പൊട്ടിച്ച് ഈ ആത്മാക്കള് ദിവ്യ രൂപികളായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകും. ഇതെല്ലാം ആര് കാണുന്നു? ഗോകർണനും കാണുന്നുണ്ട്, ഈ വന്നിരിക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കും, എന്ത് പറ്റി ഇങ്ങനെ 2 രൂപങ്ങൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട്, ഓരോ ദിവസം ഓരോ ശബ്ദങ്ങൾ കേൾക്കുന്നത് കൊണ്ട്, ഇപ്പൊ അവസാനത്തെ ശബ്ദം കേട്ട് അവസാനം 2 പേര് പുറത്തേക്ക് ആകാശത്തേക്ക് ഉയർന്നു പോകും, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും,
എൻ്റെ അമ്മയും സഹോദരനും ആയിരുന്നു അവർക്ക് ഈ പറഞ്ഞ ഇത്രയും വലിയ പാപങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഗയാശ്രാദ്ധം വരെ നടത്തിയിട്ടും പ്രയോജനം ഉണ്ടായില്ല. മറിച്ച് സപ്താഹം നടത്താനായിട്ട് എനിക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി, സൂര്യ ഭഗവാനിലൂടെ എനിക്ക് അത് ആ ബോധം കിട്ടി. ഞാൻ അത് ചെയ്തപ്പോൾ അവർക്ക് മോക്ഷം കിട്ടിപ്പോയതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഞങ്ങൾക്ക് മോക്ഷം കിട്ടിയില്ല? അപ്പോൾ പറയും, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു, സത്യമാണ്, ശരിയാണ്. പക്ഷെ നിങ്ങൾ കേട്ടിരുന്ന സമയത്ത് എന്താണ്, ആ രാവിലത്തെ ആഹാരം ഇഡ്ഡലി, സാമ്പാർ, വട ഇതൊക്കെ വേണം. ഉച്ചയ്ക്ക് സദ്യക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. നമ്മുടെ സപ്താഹം കേൾക്കാൻ പോകുമ്പോൾ പലരുടെയും ചിന്ത എന്താണ്, രാവിലത്തെ കാപ്പി, അതിന്റെ സ്വീറ്റ് എന്താണ്, ഉച്ചയ്ക്ക് സദ്യക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാവും, അതിനെന്താണ് ഇന്നത്തെ സ്വീറ്റ്. ഇങ്ങനെ 7 ദിവസവും ഓരോരോ ഐറ്റം. വൈകുന്നേരം ചായയുടെ കൂടെ പലയിടത്തും ചായ കൊടുക്കുന്നു, ചായ ഒന്നും പറഞ്ഞിട്ടുള്ളതല്ല, എന്തായാലും ചായ കൊടുക്കുന്നുണ്ട്. ചായക്ക് എന്താണ്, ഇന്ന് വടയാണോ, ഇന്ന് വാഴക്കപ്പമാണോ, അല്ലെങ്കിൽ ഉണ്ണിയപ്പമാണോ, ഇതൊക്കെയാണ് പലരുടെയും ചിന്ത. അപ്പോൾ ശരിക്കും ബോധം ഭഗവാനെ കുറിച്ച് ആ രണ്ടാത്മാക്കൾക്ക് എന്തുകൊണ്ട് അങ്ങനെ മോക്ഷം കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒരു ചിന്തയില്ല. അവർക്ക് ഈ പ്രേത ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അവർക്കൊരു മോചനം കിട്ടണം. അതിനുവേണ്ടി ഭഗവാന്റെ കഥകൾ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി വേറെ ഒന്നിലും തരുമ്പും ശ്രദ്ധ പോകാതെ ഇരുന്ന് കേട്ടതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി. അതാണ് കാരണം. അല്ലാതെ നിങ്ങൾ ആ രീതിയിൽ ശ്രദ്ധയോട് കേട്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ മോക്ഷം കിട്ടിയേനെ എന്നതാണ്. അപ്പോ ഇവരെല്ലാവരും പറയും, ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തെ ജീവിതം അടുത്തു, ഞങ്ങൾക്ക് ഇതുപോലെ മോക്ഷം കിട്ടി പോകണമെന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് വേണ്ടി സപ്താഹം നടത്താമോ എന്ന് ചോദിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഭക്തര് എപ്പോഴും എന്താണ്, പരദുഃഖയാണ്. മറ്റുള്ളവന്റെ ദുഃഖം കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും ഒരു സപ്താഹം കൂടി നടത്താം, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമെങ്കിൽ എന്ന് പറയും. അങ്ങനെ അവരെല്ലാം വീണ്ടും ഒരു സപ്താഹം നടത്തും. അതിൽ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഈ പറയുന്ന എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കും. വേറെ ആഹാരത്തിനോടോ വെള്ളത്തിനോടോ ജലത്തിനോടോ ഒന്നിനോടും ശ്രദ്ധയില്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തിയിൽ ലയിച്ചിരുന്ന് കേട്ട് 7ാമത്തെ ദിവസം ഈ കേട്ടിരുന്നവരെല്ലാം മരിച്ചു വീണു. അവിടെ മരിച്ചു വീണെന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് ആകാശത്തേക്ക് ഉയർന്നു പോയി. അപ്പൊ ഇതിപ്പോ ഇവിടെ പറയാൻ കാര്യം പറഞ്ഞാല് ഗയാശ്രാദ്ധമാണ് ശ്രാദ്ധത്തിൽ ഏറ്റവും അത്യുത്തമം എന്ന് പറയും. പക്ഷെ അതിനും ഉപരിയായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാന്റെ ശ്രീകൃഷ്ണചന്ദ്ര മഹാപ്രഭുവിന്റെ പരമദിവ്യനായ പരമകൃഷ്ണനായ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ഭാഗവതം കേൾക്കുന്നത് അത്ര പ്രാധാന്യമുള്ളതാണ്. നമ്മൾക്ക് അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞു എന്ന് മാത്രം. ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്ന കഥയാണിത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആൾക്കാർക്ക് മോക്ഷത്തിന് നമുക്കും നമ്മുടെ വീടുകളിലും സപ്താഹം നടത്താം. അതിന് വലിയ ലക്ഷങ്ങളൊന്നും മുടക്കണമെന്നില്ല. പരിശുദ്ധിയാക്കി വീടെല്ലാം പരിശുദ്ധമായിട്ട് വെച്ച് ആർക്കെങ്കിലും വായിക്കാൻ അറിയാവുന്ന ഒരാളെ മൂലം ഗ്രന്ഥം പാരായണം നടത്താനും കഥകൾ പറയാൻ അറിയാവുന്ന ആൾക്കാർ, അതിന്റെ സമ്മറി, അതിന്റെ രത്നചുരുക്കം പറയാനുള്ള ആരെങ്കിലും ഒരു ഭക്തനെ വിളിച്ചിട്ട് അതിന്റെ രത്നചുരുക്കം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക. എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അന്നദാനം ആ ദിവസങ്ങളിൽ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. ഇത്രയും ചെയ്താൽ മതി. അതിന് വലിയ ലക്ഷങ്ങളൊന്നും വേണ്ട. അങ്ങനെ നടത്തിയാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾക്കൊക്കെ അത് മോക്ഷത്തിന് വളരെയധികം സഹായം ചെയ്യും. അവർക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ആ അന്തരീക്ഷത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ബാക്ടീരിയാസ്, ഫംഗസ് എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്, എല്ലാ ജീവാത്മാക്കൾക്കും സദ്ഗതി. മൃഗങ്ങൾക്കെല്ലാം അത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനുഷ്യരൂപമെങ്കിലും കിട്ടും അവർക്ക്. കോഴി, പുഴുക്കൾ, കൃമികൾ ഇങ്ങനെയൊക്കെ ഉള്ള ജീവജാലങ്ങൾക്കൊക്കെ സദ്ഗതി, ഉയർച്ച ഉണ്ടാകും. പൂർണ്ണ ഭക്തിയോട് കേൾക്കുന്ന മനുഷ്യന് മോക്ഷം തന്നെ ലഭിക്കാവുന്നതുമാണ്. അപ്പോ ഇതാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. പിന്നെ നമ്മൾ പുനർജന്മത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ അനേക ജന്മത്തിലൂടെ നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ഭൗതികലോകത്ത് വന്നിട്ട് അറിയാലോ, നമ്മുടെ സൃഷ്ടിയിൽ ഭഗവാന്റെ സൃഷ്ടി സമയത്തെ നമ്മൾ ഉള്ളവരാണ്. ഏതോ ഒരു നിമിഷത്തിൽ ഭഗവാനോട് തോന്നിയ ഒരു തരം അസൂയ എന്ന് വെച്ചാല് ഭൂലോക വൃന്ദാവനത്തിൽ എന്തുകൊണ്ട് എന്നെ ആരും പൂജിക്കുന്നില്ല, എന്നെ ആരും സന്തോഷിപ്പിക്കുന്നില്ല, എന്നെ ആരും ആരാധിക്കുന്നില്ല എന്നൊക്കെ ഏതോ ഒരു ദുർഘട നിമിഷത്തിൽ നമുക്ക് തോന്നിയ ആ സമയം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഭൗതിക ലോകത്തേക്ക് വന്നതാണ്. എന്തിനാണ്? നമ്മൾ സ്വന്തമായിട്ട് ആസ്വദിക്കാനാണ്.
സ്വന്തമായിട്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി അനുഭവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളായിട്ട് തന്നെ ഇവിടെ വന്നതാണ് ഈ ഭൗതിക ലോകത്ത്. ലക്ഷക്കണക്കിന് ആത്മാക്കൾ അങ്ങനെ ചിന്തിച്ചവരുണ്ട്. അവരെല്ലാം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നു. അപ്പോ ഇവിടെ വന്നിട്ട് നമ്മൾ പല 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 ജന്മങ്ങൾ 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അതില് മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. മനുഷ്യജന്മം എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യജന്മത്തിൽ വന്നിട്ട് തന്നെ ബഹുനാം ജന്മനാമന്തി ജ്ഞാനമാൻ ഞാൻ മാം പ്രപദ്യതേ, കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ നേടിയ ജ്ഞാനത്തിലൂടെ എന്നെ മനസ്സിലാക്കി എൻ്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് ഭഗവാൻ കൃഷ്ണ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോ ഈ മനുഷ്യജന്മങ്ങളിലൂടെ നമ്മൾ എന്താ നേടേണ്ടത്? പൂർണ്ണമായ അറിവാണ്. ഭഗവാൻ ആര്, ഞാൻ ആര്, ഞാനും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധമെന്ത്, നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, എങ്ങനെയാണ് നമ്മൾ ജനിച്ചത്, എന്തുകൊണ്ട് മരിക്കുന്നു, എന്തുകൊണ്ട് അസുഖം വരുന്നു, എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ദാരിദ്ര്യം, ദുഃഖം, ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ചോദ്യം അത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. അതോ ബ്രഹ്മജിജ്ഞാസ എന്ന് വേദാന്ത സൂത്രം തുടക്കത്തിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ബ്രഹ്മജിജ്ഞാസയ്ക്കുള്ള സമയമായി എന്ന് പറഞ്ഞാൽ, ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാനാര്, ബ്രഹ്മം എന്ന് പറയുന്നത് പരമാത്മാവ്, ജീവാത്മാവ്, പരബ്രഹ്മം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഞാൻ ആരാണ്, ഞാൻ എന്തുകൊണ്ട് ഇവിടെ ജനിച്ചു, എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു, ഈ തുടങ്ങിയ ചിന്തകളൊക്കെ ആണ് നമുക്ക് മനുഷ്യനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ജന്മമാണ് മനുഷ്യജന്മം. കാരണം മറ്റു എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് കോമൺ ആയിട്ടുള്ളത്. എന്താണ്? ആഹാര, ഭയ, നിദ്ര, മൈഥുനം. ഇതെല്ലാ ജീവജാലങ്ങൾക്കും കോമൺ ആണ്. എല്ലാവരും ഇപ്പൊ പട്ടിയായിട്ടും പൂച്ചയായാലും മൃഗമായാലും പക്ഷികളായാലും പാമ്പായാലും ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ആഹാരം കഴിക്കുക, ഇണചേരുക, ഉറങ്ങുക, തന്റെ എതിരാളികളെ ആക്രമിക്കുക, ഇത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ചിന്തയാണ് വിശിഷ്ടമായ ജ്ഞാനം ആണ്. ഈ പറയുന്ന ഞാൻ ആര്, ഈശ്വരൻ ആര്, ഈ പറഞ്ഞ ചോദ്യങ്ങൾ അത് ചോദിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതാണ് മനുഷ്യജന്മം. അതിനു വേണ്ട ഉത്തരം കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിന്റെ പരീക്ഷയാണ് മരണം. ആ മരണസമയത്ത് നമ്മൾ ഈ ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ട ചോദ്യങ്ങളുടെ ഉത്തരം എഴുതേണ്ട സമയമാണ്. അപ്പോൾ ആ മരണത്തിൽ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ബോധമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതെന്ന് വെച്ചാല് ഭഗവാനെ മാത്രം. ഭഗവാനായിരിക്കണം നമ്മുടെ ബോധമണ്ഡലത്തിൽ. അല്ലാതെ ഭാര്യയെയും മക്കളെയും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെയും വീട്ടിലെ പട്ടിയെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മരിച്ചാൽ വീണ്ടും പട്ടിയായിട്ട് തന്നെ ജനിക്കണം. നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായി തീരുമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പൊ ബോധത്തില് നമ്മൾ ഭഗവാനെ കൊണ്ട് നിറയ്ക്കണം. അതിന് നമ്മൾ അറിവുകളെല്ലാം ആ രീതിയിലായിരിക്കണം, നമ്മുടെ പ്രവൃത്തികളെല്ലാം ആ രീതിയിലായിരിക്കണം, കഴിക്കുന്ന ആഹാരമെല്ലാം ഭഗവത് പ്രസാദമായിരിക്കണം, പോകുന്ന യാത്രകളെല്ലാം തീർത്ഥാടന ക്ഷേത്രങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കണം, പാടുന്ന പാട്ടുകളെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഇവൻ ചിന്തകൾ പോലും, സംസാരം പോലും നമുക്ക് പറ്റുന്നിടത്തോളം ഭഗവാനെ കുറിച്ച് തന്നെ ആയിരിക്കണം. അങ്ങനെ ജീവിതത്തിനെ ആ രീതിയിൽ പരിപക്വമാക്കി എടുക്കണം. അതാണ് മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, അറിയാമല്ലോ അജാമിളന്റെ കഥ. ഭഗവാനെ ചിന്തിച്ചുകൊണ്ടൊന്നും അല്ല അജാമിളൻ നാരായണ എന്ന് വിളിച്ചത്. തന്റെ പുത്രനെ തന്നെ ഈ യമകിങ്കരന്മാരിൽ നിന്നും രക്ഷിക്കാനായിട്ട് പുത്രനെ വിളിച്ചതാണ്. പക്ഷെ കരുണാമയനായ കാരുണ്യവാനായ ഭഗവാൻ അതൊന്നും നോക്കാതെ മരണസമയത്ത് എന്റെ നാമം ജീവിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ തന്റെ പാർഷദന്മാരെ പറഞ്ഞു വിടുകയും പാർഷദന്മാരിൽ നിന്നും അജാമിളനെ രക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ജന്മം തന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. ഉടനെ അപ്പോൾ തന്നെ മോക്ഷം കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു ആര്? അജാമിളൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി യഥാർത്ഥ ജീവിത ലക്ഷ്യം എന്തെന്ന് മനസ്സിലായി. അപ്പോഴെ തന്നെ വീടെല്ലാം വിട്ടിറങ്ങി ഗംഗാതീരത്ത് ചെന്നിരുന്ന് പൂർണ്ണമായും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനെ നാമം ജപിച്ച് അവസാനം ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് അജാമിളൻ ഭഗവാന്റെ ധാമത്തേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കുകയും ചെയ്യും, തിരിച്ചും മറിച്ചും ഉണ്ടാവും. അതൊരു സൈക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ, അതിനൊരു മോചനം നേടാൻ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചേ പറ്റൂ. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോ നാസ്തേവ നാസ്തേവ നാസ്തവ്യ ഗതിരന്യത.
വേറെ വഴിയില്ല, വഴിയില്ല, വഴിയില്ല തന്നെ എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രങ്ങളെല്ലാം. ഭഗവാന്റെ നാമം ജപിക്കുക. കലിയുഗത്തില് ഈ പറയുന്ന ആ മോക്ഷത്തിന് ഓരോ യുഗത്തിലും ഓരോ വഴിയാണ് ഉണ്ടായിരുന്നത്. കൃതയുഗേ ധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖേദോ വരെ പരിചര്യാം കലോ തദ്ഹരിനാമ കീർത്തനം. ഹൃദയയുഗത്തിൽ ആയുസ് കൂടുതലുണ്ടായിരുന്നു, അന്ന് പൊല്യൂഷൻ കുറവായിരുന്നു, അന്ന് അന്തരീക്ഷം ക്ലീൻ ആയിരുന്നു, മറ്റും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ആയിരക്കണക്കിന് വർഷം തപസ് ചെയ്തായിരുന്നു അന്നത്തെ മോക്ഷമാർഗം. അത് കഴിഞ്ഞ് ത്രേതായാം യജതോമൊക്കെ ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടമായ ആയുസ് എല്ലാം കുറഞ്ഞു, അധർമ്മം കടന്നു വന്നു, അസത്യം കടന്നു വന്നു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള മോക്ഷധർമ്മം യജ്ഞങ്ങൾ, യാഗങ്ങൾ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദോപരെ പരിചര്യം ശ്രീകൃഷ്ണന്റെ കാലഘട്ടമായ ആയുസ് വളരെ കുറഞ്ഞു. 200, 300, 500 വയസ്സൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ്. ആ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ 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 ക്ഷേത്രങ്ങളൊക്കെ ഭൂമിയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുവരെ ക്ഷേത്രത്തിന്റെ ആവശ്യം മനുഷ്യന് ഉണ്ടായിരുന്നില്ല. കാരണം ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നതെല്ലാം എന്താണ്? ആധ്യാത്മികമായ കാര്യങ്ങളാണ്, മോക്ഷദായകമായ കാര്യങ്ങളായിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനിക്കുന്നതും നല്ല മാതാപിതാക്കളുടെ ഗർഭത്തിൽ പിറന്ന് നല്ല ഗുരുക്കന്മാരുടെ കൂടെ കഴിഞ്ഞ് അവര് ഈശ്വരാബോധത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന ത്രേതായുഗം വരെയുള്ളവർക്ക് ക്ഷേത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ദ്വാപരയുഗം തൊട്ട് ക്ഷേത്രം നിലവിൽ വന്നു തുടങ്ങി. അന്ന് തൊട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പല പൂർവ്വ ക്ഷേത്രങ്ങളും. അപ്പൊ അതെല്ലാം ക്ഷേത്രാരാധനയിലൂടെ ആ ദ്വാപരയുഗത്തിലെ ആൾക്കാർക്ക് മോക്ഷം നേടിയിരുന്നു. കലോ തദ്ഹരിനാമ കീർത്തനം. കലിയുഗത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനമാണ്. ഇതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. കാരണം ബാക്കി എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് സ്പിരിച്വലി സഹായിക്കുമെങ്കിലും മോക്ഷത്തിന് പൂർണ്ണമായിട്ടും സഹായിക്കുന്നത് ഹരിയുടെ നാമം ജപിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഹരിയുടെ നാമജപമാണ് കലിയുഗത്തിന്റെ ധർമ്മം. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഹരിനാമം ജപിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഇത് അല്ലാതെ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി കൂടി പറഞ്ഞതാണ്. സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത നമ്മുടെ വിഷയം പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തില് 5 ഭൂതങ്ങൾ, 5 എലിമെന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, പിന്നെ ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ 5 ഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പൊ ആ ശരീരത്തിലെ ഈ 5 ഭൂതങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളാണെന്ന് നമുക്ക് പലർക്കും അറിയണ്ടാവില്ല. അപ്പൊ അത് പൃഥ്വി അല്ലെങ്കിൽ ഭൂമിയുടെ ഭാഗം എന്ന് പറയുന്നത് ത്വക്ക്, പിന്നെ അസ്ഥികള്, നാഡി, പിന്നെ മാംസം, പിന്നെ രോമം. ഇതെല്ലാം ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉമിനീര്, മൂത്രം, ബീജം, മജ്ജ, രക്തം. ഇതെല്ലാം ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വിശപ്പ്. നമുക്കറിയാം ദഹന രസവും ആമാശയത്തിലെ ദഹനരസത്തിൽ ഭയങ്കര പവറാണ്, ചൂടാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം ദഹിച്ചു പോകുന്നത്. അപ്പൊ ആ ജഠരാഗ്നി എന്നൊക്കെ പറയും. അപ്പൊ ആ അഗ്നി എന്ന് പറയുന്നത് വിശപ്പ്, ഈ അഗ്നി നമ്മുടെ യഥാർത്ഥ അഗ്നിയുടെ ഒരു ഫോം ആണ്. അപ്പം വിശപ്പ്, ദാഹം, പിന്നെ നമ്മുടെ ശോഭ, നിദ്ര, ആലസ്യം, ദഹനം, ഇതെല്ലാം അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വായുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചലനങ്ങൾ. ഉദാഹരണത്തിന് ഇങ്ങനെ വളയുന്നത്, നീളുന്നത്, പൊക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള ആക്ഷനൊക്കെ എന്താണ്? വായുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വേഗം, പ്രസരണം, ലംഘനം, ഇങ്ങനെയൊക്കെ ഉള്ള ശാരീരിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വായുവിന്റെ ഘടകം. പിന്നെ ആകാശത്തിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ഈ ശബ്ദം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗാംഭീര്യം, പിന്നെ എന്താണ്? ശ്രവണം, കേൾവി, പിന്നെ മനസ്സുമായി സംവേദിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകാശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഈ പഞ്ചഭൂതത്തിനോടൊപ്പം നമ്മുടെ കൂടെ ഉള്ള ഒരു സംഭവമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഈ പൂർവ ജന്മത്തിലൂടെ കിട്ടിയ വാസനകൾ. അത് കുറേ നമ്മുടെ കൂടെ ഉണ്ടാവും. ചില നല്ല കുടുംബത്തിലൊക്കെ പറഞ്ഞാലും ചില കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചാൽ ഭയങ്കര ആവശ്യമില്ലാതെ മോഷണമൊക്കെ നടക്കും. അവർക്ക് ഇഷ്ടംപോലെ ഉണ്ട്, വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് ചുമ്മാ ഏതെങ്കിലും വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പതുക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പൊക്കളയും. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാസന ഉള്ളിൽ കിടക്കുന്നത്. ഇത് മോഷണം മാത്രമല്ല, പല പല ഘടകങ്ങളിൽ ഈ വാസന
കയറി വരാം. അത് കാമത്തിൽ വരാം, അല്ലെങ്കിൽ ഇപ്പൊ സംഗീതം തന്നെ ഇപ്പം SP ബാലസുബ്രഹ്മണ്യം ഒക്കെ സംഗീതം പഠിക്കാത്ത ആളാണ്. പക്ഷെ ലോകത്തില് നമ്പർ 1 ഗായകൻ എന്ന് പേര് കിട്ടിയ, ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ, പല പല ഭാഷകളിൽ പാട്ട് പാടിയ വ്യക്തിയാണ് SP ബാലസുബ്രഹ്മണ്യം. പുള്ളിക്ക് ഒരു സംഗീതം പഠിച്ചിട്ടില്ല. പുള്ളിക്ക് കിട്ടിയത് എന്താണ്? വാസനയാണ്. അത് ജന്മനാല് പൂർവ്വജന്മങ്ങളിലൂടെ കിട്ടിയ ആ വാസന കൊണ്ട് മാത്രം. യേശുദാസൊക്കെ എന്ന് പറഞ്ഞാൽ സംഗീതം പഠിച്ച് തഴമ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് വാസനയും ഉണ്ട്, ഒപ്പം സംഗീതം പഠിച്ചിട്ടുമുണ്ട്. SP ബാലസുബ്രഹ്മണ്യം സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം യേശുദാസിനേക്കാൾ പേരെടുത്ത വ്യക്തിയായിട്ട് മാറി. അപ്പൊ അത് ഈ വാസന എന്ന് പറഞ്ഞ പല മേഖലകളിൽ നമ്മളെ സ്വാധീനിക്കും. നമ്മളെ നല്ലതും ചീത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ വാസനയിലൂടെ നമുക്ക് കിട്ടും. പിന്നെന്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റി പറയുന്നുണ്ട്. കാത്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കൈ, കാല്, ഗുദം, ഗുഹ്യം, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കർമ്മേന്ദ്രിയങ്ങളിൽ പെടുന്നു. പിന്നെ ഈ പറയുന്നത് ഭഗവാന്റെ സേവനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഗരുഡപുരാണത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ വിഷ്ണു പൂജകളെ പറ്റി ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഗരുഡപുരാണം നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കണം. അതിലെല്ലാം പല പല സ്ഥലങ്ങളിൽ വിഷ്ണു ഭഗവാന്റെ സേവന ആരാധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പല പല പേരുകളിൽ, പല പല എന്താ പറയാ പൂജകളാൽ ഒക്കെ ഗരുഡപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഭക്തിയുത ഭഗവത് സേവനം നമുക്ക് മോക്ഷം, ഭഗവാനിലേക്കുള്ള തിരിച്ചു പോകലിനെ സഹായിക്കും. അതുകൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അതിന് ജീവിതത്തിലും ആത്മീയ പാതയിലും ഒക്കെ സത്യസന്ധത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ആരെയും പറ്റിക്കാൻ വേണ്ടി ആയിരിക്കരുത് ഇതൊക്കെ ചെയ്യുന്നത്. സ്വയം ആത്മാർത്ഥതയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് എല്ലാം നമ്മളെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ ആണ് എന്താണ് എന്നുള്ളത് നമ്മളെക്കാൾ മുമ്പേ ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. വളരെ തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി വേണം നിങ്ങളുടെ ആധ്യാത്മിക ജീവിതം പുലർത്താൻ. അവിഹിത ബന്ധങ്ങളിലൊക്കെ രഹസ്യമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, ഈ പറയുന്ന രഹസ്യമായുള്ള നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ കഴിക്കല്, രഹസ്യമായിട്ടുള്ള ഈ പറയുന്ന മറ്റ് കർമ്മങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഉള്ളവർ ഇതെല്ലാം ഒഴിവാക്കിയേ പറ്റൂ. കാരണം അവർക്ക് വലിയ ശിക്ഷ കിട്ടും. കാരണം എല്ലാം അറിഞ്ഞിട്ടും തെറ്റ് കാണിക്കുന്നവന് ശിക്ഷ കൂടുതലായിരിക്കും. ഒരിക്കല് ധൃതരാഷ്ട്ര പാണ്ഡവരും ദുര്യോധനനും നമ്മുടെ യുധിഷ്ഠിരനും ഇരിക്കുന്ന സമയത്ത് ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് ഒരു 4 പേരെ കൊണ്ടുവന്നു. അതിൽ ഒരാൾ ബ്രാഹ്മണനായിരുന്നു, ഒരാള് ഒരു ക്ഷത്രിയന്, ഒരാള് ഒരു വൈശ്യൻ, ഒരു ശൂദ്രൻ, ഇങ്ങനെ 4 പേരെ കൊണ്ടുവന്നു. അപ്പോ ഈ ഇവരെ കുട്ടികളെ പരിശോധിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഇതിന്റെ ശിക്ഷ ഈ 2 പേരും വിധിക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം ദുര്യോധനന്റെ അടുത്ത് ശിക്ഷ കൊടുക്കാൻ പറയും ഇവർക്ക്. അപ്പോ ദുര്യോധനൻ പറയും എല്ലാവരെയും തട്ടിക്കളയാൻ പറയും, എല്ലാവരെയും കൊന്നുകളയാൻ പറയും. അപ്പോ യുധിഷ്ഠിരന്റെ അടുത്ത് ചോദിക്കും, യുധിഷ്ഠിര നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോ യുധിഷ്ഠിരൻ പറയും, ഈ ബ്രാഹ്മണനെ കൊല്ലുക, ക്ഷത്രിയന്റെ കൈ വെട്ടുക, ശൂദ്രന് 100 അടി കൊടുക്കുക, വൈശ്യന് വെറുതെ വിടുക എന്ന് പറയും. അപ്പൊ അത് എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിക്കും. അപ്പോ ബ്രാഹ്മണൻ ഇതെല്ലാം അറിയാം, തെറ്റ് ചെയ്യാൻ പാടില്ല, മോഷണം നടത്താൻ പാടില്ല. ബ്രാഹ്മണന്റെ ഗുണത്തിൽ ഒന്ന് തന്നെയാണ് ഈ മോഷണം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഗുണം ബ്രാഹ്മണൻ ഉണ്ടാവണം. അതുകൂടാതെ സത്യസന്ധത, പിന്നെ കാരുണ്യം, ഇങ്ങനെ കുറേ ഘടകങ്ങൾ ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ പറഞ്ഞ സത്യസന്ധത എന്ന് പറയുന്നത്. അപ്പം സത്യസന്ധത ഉള്ളവനായിരിക്കണം ബ്രാഹ്മണൻ. അപ്പൊ അത് അറിഞ്ഞിട്ടും ബ്രാഹ്മണൻ മഹാ അപരാധം ചെയ്തു, അതുകൊണ്ട് അവനെ കൊല്ലുക. ഇനി ക്ഷത്രിയനും അവൻ ജനങ്ങളെ പരിപാലിക്കേണ്ടവനാണ്. അവൻ ഈ കൊള്ളരുതാമിക്ക് കൂട്ടുന്നതുകൊണ്ട് അവൻ ഇനി ആ കർമ്മം ചെയ്യാൻ പാടില്ല, ആ കൈവച്ച് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അവന്റെ കൈ വെട്ടിക്കളയുക. ഇനി വൈശ്യന് അത്ര അറിവൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കച്ചവടമായിട്ടൊക്കെ നടക്കുന്ന, പശുക്കളെ മേച്ചും പിന്നെ കൃഷി നടത്തിയൊക്കെ നടക്കണം. അവൻ അത്ര അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനൊരു 100 അടി, ഇനി മേലാൽ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു 100 അടി കൊടുത്തു വിട്ടേക്കാൻ പറയും.
അവസാനം ശൂദ്രൻ ഏറ്റവും താഴെ നിന്ന ആളിന്റെ അടുത്ത് പറയാം, അവന് ഒന്നും അറിയില്ല, ഇതിന്റെ ഈ 3 പേർക്ക് അറിയാവുന്ന പോലും അവനറിയില്ല, അവന്റെ അടുത്ത് ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി, അവൻ നന്നായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഈ ബ്രാഹ്മണരായിട്ട് ജീവിക്കുന്നവര് അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മിഷനായിട്ട് ബന്ധപ്പെട്ടവര് ഈ പറയുന്ന ഗ്രൂപ്പിലുള്ളവരെല്ലാം വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റിന് അടി കൂടുതലായിരിക്കും, ശിക്ഷ കൂടുതലായിരിക്കും. മറ്റുള്ളവർക്ക്, പുറത്തുള്ളവർക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ക്ഷമിക്കും, പ്രകൃതി ക്ഷമിക്കും. നമ്മളൊക്കെ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അത്ര ക്ഷമയൊന്നും അവർക്ക് ഉണ്ടാവില്ല, അടി ഉടനെ കിട്ടും. അപ്പോ പിന്നെ എന്താണ്, ഭഗവാൻ വിഷ്ണുവിനെ, കൃഷ്ണനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം. ഹരിനാമ ജപം, ഭാഗവത പാരായണം, ഭഗവത്ഗീത പഠനം, ഹരികഥാശ്രവണം ഇതെല്ലാം ചെയ്യുക. അയോധ്യ, മധുര, ഹരിദ്വാർ, കാശി, കാഞ്ചി, അവന്തി, ദ്വാരക തുടങ്ങിയുള്ള മോക്ഷദായകമായ ഭഗവാന്റെ ധാമങ്ങളൊക്കെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ സഞ്ചരിക്കുക. പൈസ എല്ലാം ഉണ്ടാക്കി മക്കൾക്ക് 10 തലമുറയ്ക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കാതെ ഉള്ള കാശിൽ പോകാവുന്ന, ആരോഗ്യമുള്ള സമയത്തെങ്കിലും പോകാവുന്ന സ്ഥലങ്ങളിലെങ്കിലും പോയി ഭഗവാന്റെ ധാമങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി അവിടെയൊക്കെ തീർത്ഥാടനം നടത്തി, അവിടെയൊക്കെ ഭഗവാന് പൂജകളൊക്കെ അർപ്പിച്ച് സത്സംഗമൊക്കെ നടത്തി അവിടുത്തെ തീർത്ഥങ്ങളിലൊക്കെ നീരാടി സന്തോഷത്തോടു കൂടി കഴിയാനുള്ളതാണ് മനുഷ്യജന്മം. ഉള്ള പൈസ എല്ലാം കൊണ്ട് മക്കൾക്ക് വേണ്ടി ബാങ്കിൽ ഇട്ട് കളയരുത്. കുറച്ച് പൈസ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെയുള്ള ഭക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. പിന്നെന്താണ്, കൃഷ്ണഭക്തർ ഗോലോക ധാമത്തിലേക്കും സാധാരണ വിഷ്ണു ഭക്തരും മറ്റുള്ള ഭക്തരും എല്ലാം വൈകുണ്ഠ ലോകങ്ങളിലും ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ ബ്രഹ്മത്തിലും പരബ്രഹ്മത്തിലും, സത്കർമ്മം ചെയ്യുന്നവർ സ്വർഗലോകങ്ങളും സ്വർഗീയ ലോകങ്ങളിലും, പാപികൾ നരകത്തിലും വസിക്കും. അപ്പോ ഇതൊക്കെ ഗരുഡപുരാണം പറയുന്നു. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം, സാധാരണ ഈ ക്രിസ്തു മതത്തിലൊക്കെ ദശാംശം എന്ന് പറഞ്ഞൊരു കണക്ക് തന്നെ വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിന്റെ 10-1 ഈശ്വരന് കൊടുക്കണമെന്നാണ്. നമുക്ക് അങ്ങനെ ഒരു ദശാംശം ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സമ്പത്തിൽ നമുക്ക് അനുവദിക്കാവുന്ന 4ആയിട്ട് വിഭാഗം ചെയ്ത് 4-1 കൊടുക്കേണ്ടത്. ഇനി കുറഞ്ഞ പക്ഷം സമ്പത്തിന്റെ ഒരു ഭാഗം, എന്തെങ്കിലും ഒരു ഭാഗം ഭക്തിയുത സേവനത്തിന് വേണ്ടി, അത് നിങ്ങളുടെ തീർത്ഥാടനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലം പണിയുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അന്നദാനം, ഓരോ സൺഡേയിലും നടക്കുന്ന അന്നദാന പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകാം. മക്കളുടെയും അച്ഛന്റെയും അമ്മയുടെയും നമ്മുടെയൊക്കെ ജന്മനക്ഷത്രങ്ങളിൽ ഈ പൈസ അന്നദാനമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ മറ്റു അമ്പലങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, അവിടെയൊക്കെ ഭയങ്കര വെട്ടിപ്പും തട്ടിപ്പൊക്കെയാണ്. ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ കോടികളുടെ വെട്ടിപ്പാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അങ്ങനെയൊന്നുമല്ല. കിട്ടുന്ന പൈസ അതേപടി തന്നെ ഇപ്പൊ തൈക്കാട് നമ്മുടെ ആശ്രമത്തിലൊക്കെ നമുക്ക് ഈ പറയുന്ന അടയ്ക്കുന്ന പൈസയേക്കാൾ കൂടുതലാണ്. നമ്മുടെ അവിടെ കുക്ക് ചെയ്യാൻ വരുന്നവരും അവിടെ സേവനത്തിന് വരുന്നവരും കൂടെ ചേർന്ന് അവരും കൂടെ സഹായിച്ചൊക്കെയാണ് അവർ വലിയ രീതിയിൽ വളരെ വിപുലമായിട്ടൊക്കെയാണ് സദ്യ പോലെയൊക്കെയാണ് നമ്മൾ ഭഗവാന് അന്നദാനം എല്ലാ ഞായറാഴ്ച നടത്തുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ സമ്പത്ത് ഒരു പങ്ക് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കണം. പ്രത്യേകിച്ച് അന്നദാനം പോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ അത് വളരെയധികം നിങ്ങൾക്ക് ആധ്യാത്മികമായിട്ട് ഉയരാനും ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റാനൊക്കെ വളരെ സഹായിക്കും. അപ്പോ ഇത് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി നമുക്ക് ഇതിന് ഒരു ചാൻസ് കിട്ടില്ല. ഒന്ന് പരിശീലിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ചെയ്യാനൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം ഈ ഒരു ജന്മമേ ഉള്ളൂ. ഈ ജന്മത്തില് നമ്മൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. നമ്മൾ 5 വിവിധ ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞു. ആത്മാവ് സ്വീകരിക്കുന്ന വിവിധ ശരീരങ്ങളെ പറഞ്ഞു. അത് എന്താണ്? പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം, നമ്മുടെ മനസ്സ് ബുദ്ധി അഹങ്കാരത്തോടു കൂടിയ യഥാർത്ഥ സൂക്ഷ്മ ശരീരം, കൂടാതെ പിണ്ടശരീരം, പുത്രനാൽ ലഭിക്കുന്ന പിണ്ടശരീരം, അത് കഴിഞ്ഞ് ഗീമലോകത്ത് യാതന ശരീരം, അത് കഴിഞ്ഞിട്ട് പിതൃലോകത്ത് പിതൃശരീരം. ഇങ്ങനെ ഇതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും സ്ഥൂല ശരീരം സ്വീകരിച്ച് ഭൗതിക ലോകത്തേക്ക് വരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ആഘോഷിച്ച് നമ്മൾ അത് വളരെ വിപുലമാക്കും. ആദ്യം ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ വളരെ ദുർഘടമായ ഒരു ദിനങ്ങളായിരിക്കും ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുക എന്ന് പറയുന്നത്. അമ്മ കഴിക്കുന്ന എരിവുള്ള ആഹാരത്തിന്റെ ആ എരിവ്, പിന്നെ അവിടുത്തെ ചൂട്, പിന്നെ പുഴുക്കള് കൃമികളൊക്കെ ഉള്ള കടികള്, പിന്നെ ഇരുട്ട്, വേദനയും
പ്രാളം നിറഞ്ഞ ഒരു അവസ്ഥയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കും, ഭഗവാനെ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി തരണമേ, ഞാൻ ഇനി അങ്ങയെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇനി പുറത്തു വരുന്നത്. പക്ഷെ പുറത്തു വരുമ്പോൾ നമ്മുടെ തനിക്കുണം കാണിക്കും, നമ്മൾ ഭഗവാനെ മറക്കും. ആദ്യത്തെ കുറേ ദിവസമൊക്കെ നമ്മൾ നല്ല അച്ചടക്കത്തോട് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ 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 ഞാൻ എൻ്റേത് എങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരും. മായയുടെ ആ അതിപ്രസരത്തിൽ നമ്മൾ പിന്നെ ഞാനാണ് ഈശ്വരൻ വരെയുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ അങ്ങ് ഉയർന്നുയർന്നു പോകും. അവസാനം ഭഗവാനെ മറക്കും, എതിർക്കും. അപ്പോ അത്ര അപകടം നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. അതുകൊണ്ടാണ് 16 വർഷം നമ്മുടെ ശുകദേവ ഗോസ്വാമി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത്. കാരണം എന്താണ്? ഞാൻ ഈ ഭൗതിക ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മായയിൽ പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനെ മറക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല. പക്ഷെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ ഇതായിപ്പോയി, ശരീരമായിപ്പോയി. അങ്ങനെ ഈ ഭഗവാൻ തന്നെ പറയും, നീ ഒരിക്കലും മായയിൽ പെടില്ല, നീ ധൈര്യമായിട്ട് പുറത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തതിന് ശേഷമാണ് ശുകദേവ ഗോസ്വാമി വ്യാസപുത്രൻ പുറത്തേക്ക് വരുന്നത് തന്നെ. അപ്പൊ അത്രമാത്രം അപകടം നിറഞ്ഞ സ്ഥലമാണ് ഈ ഭൗതിക ലോകം. ദുഃഖാലയമം അശാശ്വതമാണ്. ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇവിടെ സുഖമായിട്ട് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സുഖങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു എന്താ പറയാ ബോണസായിട്ട് കരുതിക്കൊള്ളുക, അല്ലെങ്കിൽ പൂർവജന്മാർജിതമായ പുണ്യത്തിന്റെ ഒരു ഫലമായിട്ട് കരുതിക്കൊള്ളുക. പക്ഷെ ശരിക്കും ഇത് അറിവുള്ളവന് മനസ്സിലാക്കാം, ഇത് ദുഃഖത്തിന്റെ ആലയമാണ്, ദുഃഖത്തിന്റെ വീടാണെന്ന് അറിവുള്ളവർക്ക് മനസ്സിലാകാം. എന്തായാലും സമയം 7 ആയി. ഇനിയും കുറേ വിഷയങ്ങളുണ്ട്. അങ്ങനെ പൈതൽ നമുക്ക് നിർത്തട്ടാ? യെസ് പ്രഭു, അടുത്ത നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ